വി വെർ ഏബിൾ ടു ടേക്ക് ദാറ്റ് റിസ്ക്. ഞങ്ങൾ ഇനീഷ്യൽ സാലറി 4,000 5,000 റുപ്പീസ് ആയിരുന്നു. ലൈക്ക് കുറേ കാലം ഞങ്ങൾ ആ ചെറിയ സാലറിക്കാണ് ഓടിയത്. പക്ഷേ ഡേ 1 മുതൽ ഞങ്ങൾ ടെക്നിക്കലി പ്രോഫിറ്റബിൾ ആണ്. ഞാൻ മെക്സിക്കോ ചെയ്തു, അതിനുശേഷം ചെയ്തത് ആംസ്റ്റർഡാം ആണ്, നെതർലാൻഡ്സിലാണ്. ഞാൻ പറഞ്ഞു യൂറോപ്പ് മാർക്കറ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. 2-3 ഗെയിം, പിന്നെ ബങ്കി എന്ന് പറഞ്ഞിട്ട്, പിന്നെ ക്ലാസ് കട്ട് ചെയ്യുമ്പോൾ അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ. സൗദിയിൽ വോയിപ്പ് ബിസിനസ്, അതായത് നാട്ടിലേക്ക് വിളിക്കാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ വോയിപ്പ് കോൾസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാർഡ് പിന്നെ റീസെൽ ചെയ്യുന്ന പരിപാടി. നമുക്കൊരു ഫസ്റ്റ് ലാറ്റം, അതായത് കൊളംബിയ എന്നുള്ള കൺട്രിയിൽ നിന്ന് ഒരു ആള് നമ്മളെ ആപ്പ് ഫൗണ്ടർ ലിസ്റ്റിംഗ് കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങൾക്ക് ഈ റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുള്ളത്. ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. എന്ന് നമ്മളൊപ്പം ഉള്ളത് മുഹൈമാണ്. മുഹൈം ഇത് ഫീഡ്ബാക്ക്ഗ്രൗണ്ട് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ പ്രോഫിറ്റബിൾ ബൂട്ട് സ്ട്രാപ്പ് കമ്പനി. സർവീസ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പ്രൊഡക്ട്സ് ആണ് റൺ ചെയ്യുന്നത്. ആൻഡ് ദേ ആർ മേക്കിംഗ് എ പ്രോഫിറ്റബിൾ ബിസിനസ് ഔട്ട്. ഹായ് ഓൾ, ഇന്നത്തെ പോഡ്കാസ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദേശ് കീബോർഡ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. കേരളത്തിലുള്ള വൺ ഓഫ് ദ കൺസ്യൂമർ പ്രൊഡക്റ്റ് കമ്പനീസ് ആണ്. ഇവരുടെ പ്രൊഡക്ട്സ് ടോട്ടൽ ഓഫ് 100 മില്യന് മുകളിൽ, 1 മില്യൺ അല്ല 10 മില്യൺ അല്ല 100 മില്യന് മുകളിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആണ്. കേരളത്തിലുള്ള മലയാളം ഉപയോഗിക്കുന്ന മംഗ്ലീഷ് കീബോർഡ് എന്ന ആപ്പ് ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കും. 1 in 3 മലയാളീസ് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇവരുടെ കമ്പനിയിലേക്ക് നമ്മൾ ത്രൂ കുറച്ച് ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ സനീമായിട്ട് നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ ആർ ഹയറിംഗ് ഫോർ എഞ്ചിനീയേഴ്സ്, മാർക്കറ്റേഴ്സ്, ഡിസൈനേഴ്സ്, ഡിഫറെൻറ്റ് റോൾസ്, എക്സ്ക്ലൂസീവ് ഫോർ ദ KPH പോഡ്കാസ്റ്റ് വ്യൂവേഴ്സ്. അപ്പോൾ KPHയിലുള്ള പോഡ്കാസ്റ്റ് കണ്ടിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് സനീമിനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫൗണ്ടേഴ്സായിട്ട് ലിങ്ക്ഡിൻ ത്രൂ മെസ്സേജ് അയക്കാം. അപ്പോൾ മേക്ക് ഷുവർ മെൻഷൻ KPH പോഡ്കാസ്റ്റ് ആസ് റെഫറൻസ് ഫോർ എക്സ്ട്രാ കൺസിഡറേഷൻ. മുഹൈമിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മനോരമ ഒരു ഹാക്കത്തോൺ നടത്തിയത് ബാക്ക് ഇൻ 2015 സമയത്തോ ഒരു ടെക്സ്പെക്ടേഷൻ ഒരു ഹാക്കത്തോൺ ആയിരുന്നു. ആ സമയത്ത് ഞാൻ കോളേജിൽ നിന്ന് വന്നൊരു ടീമായിരുന്നു. ആൻഡ് യു ആക്ച്വലി വേർ സെക്കൻഡോ തേർഡ് കിട്ടിയ ഒരു വിന്നറായി. ആ പ്രൈസ് മണി അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ യു വർ ലൈക്ക് നമുക്കൊന്നും കിട്ടിയില്ല, ബട്ട് വി വർ അന്ന് നമ്മൾ കമ്പനിയായി. ഐ തിങ്ക് പിന്നെ ഇവൻച്വലി നമ്മൾ KPH സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വൺ ഓഫ് ദ ഫ്യൂ മെമ്പേഴ്സ് വി ആഡഡ് ഇൻ ടു ദ കമ്മ്യൂണിറ്റി. ആഡം ആണ് ആഡ് ചെയ്തതുകൊണ്ട് ദെൻ യു ആർ പാർട്ട് ഓഫ് ദ KPH വാട്സ്ആപ്പ് ഗ്രൂപ്പ് എവർ സിൻസ്. അത് കഴിഞ്ഞിട്ട് യു ആർ ഓൾസോ ഹെൽപ്പിംഗ് ഔട്ട് ആസ് വെൽ ആസ് നമ്മുടെ മന്ത്ലി മീറ്റപ്സ് കാലിക്കറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് യു ആർ ദർ ആസ് വെൽ. ആൻഡ് ഇവൻച്വലി നൗ യു ആർ റണ്ണിങ് എ പ്രോഫിറ്റബിൾ ബൂട്ട് സ്ട്രാപ്പ് കമ്പനി ഡൂയിങ് ലൈക്ക് ക്ലോസ് ടു $1 million ARR revenue. So it's like a very good successful story and you want to share it to the community. Yeah. So welcome Muhaim to the show. Thank you. Yes. So മുഹൈമിന്റെ വീടും നാട് എവിടെയാണ് and what led you to even start a company in the first place? ഓക്കെ, എൻ്റെ വീട് മലപ്പുറമാണ്. പക്ഷേ ജനിച്ചത് നാട്ടിലാണ്, വളർന്നത് സൗദിയിലാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഒരു 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ്. ഇതിൻ്റെ ഇടയിൽ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 2nd ഹാഫും 3rd ഹാഫും നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ പോകുമ്പം അവിടെ എൻ്റെ അമ്മാവൻ്റെ അടുത്ത് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അവിടെ ഒരു അമ്മാവൻ പിന്നെ BSc IT VC അങ്ങനെ എന്തോ പഠിക്കുകയാണ്. അപ്പോൾ മൂപ്പര് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സൈഡിലിരുന്ന് എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതും C++ ആയിരുന്നു അന്ന് ചെയ്തിരുന്നത്, Windows 98 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ /A ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് വരുന്ന, ബീപ്പ് സൗണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫാസിനേഷൻ തോന്നി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കും. ലൈക്ക് ഒരു വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവുക, നമ്മളെല്ലാ കസിൻസും വരുന്ന സമയത്ത് ലൈക്ക് NFS കളിക്കുന്ന സമയമാണ്. ഫസ്റ്റ് സെക്കൻഡ് കാരണം ആരാ ആദ്യം കളിക്കും എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സൗദിയിലേക്ക് തിരിച്ചു പോയി. കമ്പ്യൂട്ടർ കിട്ടി. ലൈക്ക് ഒരു ദിവസം ഇങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ പോകുന്നത് പ്ലേ സ്റ്റേഷനിൽ ഗെയിം കളിക്കാനായിരുന്നു, ഫ്ലൈറ്റ് സിമുലേറ്റർ ഗെയിമൊക്കെ കളിക്കാനായിരുന്നു. PS1 ആയിരുന്നു. അപ്പോൾ അതിനുശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നു അവിടെ ഒരു കമ്പ്യൂട്ടർ. അത് Windows XP അല്ലെങ്കിൽ Windows 98 ആയിരുന്നു അന്ന്. 2003-04 കമ്പ്യൂട്ടർ കിട്ടിയത്. അത് പിന്നെ നമ്മൾ കേടുവരുത്തും, അതെങ്ങനെ നന്നാക്കണം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് വൈറസും കാര്യങ്ങളൊക്കെ കയറ്റും. അങ്ങനെ ഫോമാറ്റ് ചെയ്യാൻ പഠിച്ച് പിന്നെ Windows XP ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിച്ച് അങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്കുള്ള ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ. അന്നൊന്നും കോഡിങ് അറിയില്ല, പക്ഷേ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഇനീഷ്യൽ ഒരു സമയത്തുള്ള സ്റ്റോറി എന്താ വെച്ചാൽ നമ്മൾ പിന്നെ കമ്പ്യൂട്ടർ കിട്ടിയല്ലോ, കമ്പ്യൂട്ടറിൽ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പോൾ ബിസിനസ് എന്നുള്ള മൈൻഡ് സെറ്റ് എന്തുകൊണ്ടോ ചെറുപ്പം മുതലേ ഉണ്ട്. കാരണം ഉപ്പ ജോലിയുടെ കൂടെ ബിസിനസ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഷോപ്പുകൾ, ടോയ്സിൻ്റെ ഷോപ്പ്, പിന്നെ കമ്പ്യൂട്ടർ ഷോപ്പൊക്കെ തുടങ്ങുന്നൊരു സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഉപ്പാൻ്റെ കൂടെ, കാരണം വർക്ക് കഴിഞ്ഞിട്ട് ഉപ്പാൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്റ്റോക്ക് എടുക്കാനും ഇതിനൊക്കെ ഉപ്പാൻ്റെ കൂടെയാണ് പോവുക.
ആ വണ്ടിയിൽ നമ്മളും ഉണ്ടാവും. അപ്പൊ ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻ ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ബിസിനസ് ചെറുപ്പം മുതലേ പാഷൻ. ഫാമിലി ഒരു ബിസിനസ് ഫാമിലി അല്ല, പക്ഷെ എപ്പോഴും ജോലി കുറെ കഴിഞ്ഞ് ഒരു ബിസിനസ് എന്നുള്ള ഡ്രീമായിട്ട് തുടങ്ങിയപ്പോൾ ആ ഒരു ജേർണിയിൽ നമുക്കും ഒരു ഇൻട്രക്ഷൻ കിട്ടി. അപ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കണം ആ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ ചെറുപ്പത്തിൽ ലൈക്ക് ഈവൻ 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് സ്റ്റേജിലേ ഉള്ളത്. ആദ്യം ചെയ്ത ബിസിനസ് CD ഉണ്ടാവുമല്ലോ, നമ്മളെ CD സോഫ്റ്റ്വെയർസ് നീറോ എന്നുള്ള സോഫ്റ്റ്വെയർ വെച്ച് റൈറ്റ് ചെയ്യും. ഇനീഷ്യലി ഇത് എങ്ങനെ സോഫ്റ്റ്വെയർ റൈറ്റ് ചെയ്യാന്നൊന്നും അറിയില്ല. ഹോമിലെ ഷോർട്ട് കട്ട് വിൻഡോസ് XP ഷോർട്ട് കട്ട്സ് ഉണ്ടാവുമല്ലോ, അത് ഞാനൊരു CD കോപ്പി ചെയ്ത് ഷോർട്ട് കട്ട്സ് റൈറ്റ് ചെയ്തിട്ട് ഞാൻ സെല് ചെയ്തു. പിന്നെ ആൾക്കാർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഷോർട്ട് കട്ട് അല്ല ഒരു സോഫ്റ്റ്വെയർ, അതിന്റെ ഫുൾ പാക്കേജ് വേണമെന്നുള്ളത്. അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. പിന്നെ നമ്മൾ ബുക്ക് ഒരു മാഗസിൻ നമ്മൾ ചെമ്പക്കും അല്ലെങ്കിൽ ടിങ്കിൾ എന്നൊക്കെ കഥ കോപ്പി അടിച്ച് സ്വന്തമായിട്ട് പേപ്പറിൽ നമ്മൾ ഒരു മൈക്രോസോഫ്റ്റിന്റെ പബ്ലിഷർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൽ നമുക്ക് മാഗസിൻസ് ബിൽഡ് ചെയ്യാം. അത് പിന്നെ ഞാൻ കഥയൊക്കെ ഉണ്ടാക്കി ലൈക്ക് ഗോൾഡ് ആൻഡ് സിൽവർ മാഗസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ലൈക്ക് $1 സൗദിയിലായിരുന്നു, $1 വിൽക്കും. കുറച്ച് കുട്ടികളും സാറുമാരൊക്കെ വാങ്ങും. അങ്ങനെയായിരുന്നു ഒരു ബിസിനസ് ലൈക്കുള്ളത്. പിന്നെ വീഡിയോ എഡിറ്റിംഗ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. സൗദിയിൽ വോയിപ്പ് ബിസിനസ്, അതായത് നാട്ടിലേക്ക് വിളിക്കാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ വോയിപ്പ് കോൾസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കാർഡ് പിന്നെ റീസെൽ ചെയ്യുന്ന പരിപാടിയും ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഒരു 7th സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ മൈക്രോസോഫ്റ്റ് പബ്ലിഷർ എന്നുള്ള സോഫ്റ്റ്വെയർ ഇതിങ്ങനെ ഇതിനൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് ഒരു 5ാം ക്ലാസ് മുതൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിൽ വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് പ്രോംപ്റ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തു, ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി നോക്കി. പക്ഷെ ഇതെങ്ങനെ ഹോസ്റ്റ് ചെയ്യാന്ന് അറിയില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരോടൊക്കെ അന്വേഷിച്ച് പറഞ്ഞ് ഒരു 5ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ എത്തിയപ്പം ഒരാൾ പറഞ്ഞു തന്നു ഇതിന് ഹോസ്റ്റിംഗ് സർവീസ് വേണം. അപ്പോൾ നമ്മൾ അവിടെയുള്ള ഒരു കമ്പനിയുടെ ഹോസ്റ്റിംഗ് ടീമിനായിട്ട് കോൺടാക്ട് ചെയ്തു. അതിനൊരു സ്പോൺസർഷിപ്പ് ഞാൻ പഠിച്ചിരുന്ന ഒരു റിലീജിയസ് സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവർക്കൊരു വെബ്സൈറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റുഡൻസ് യൂണിറ്റിന് ഒരു വെബ്സൈറ്റ് എന്നായിരുന്നു ഫസ്റ്റ് വെബ്സൈറ്റ് 7th സ്റ്റാൻഡേർഡിൽ. അപ്പം പേപ്പറിലൊക്കെ ന്യൂസിലൊക്കെ വന്നു. അത് മുതൽ ആൾക്കാർ ഇങ്ങോട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ, ഇത് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയാന്നുള്ള രീതിയിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി. 10th വരെ ആ ഒരു ജേർണി ആയിരുന്നു. പിന്നെ കയ്യിൽ നിന്ന് വിടുമെന്ന് കണ്ടപ്പോൾ പേരൻസ് പിന്നെ +1 +2 എന്നെ നാട്ടിൽ ആക്കി, ഹോസ്റ്റലിലാക്കി. നാട്ടിലെ MES രാജ റെസിഡൻഷ്യൽ സ്കൂളായിരുന്നു +1 +2. ഈ ഒരു സമയത്ത് കംപ്ലീറ്റ് ടെക്കും കമ്പ്യൂട്ടറും എല്ലാം പോയി, ഫോണും ഒന്നുമില്ല. അപ്പൊ അതുവരെ പിന്നെ എന്താണ് നടന്നത്, ആ 2 കൊല്ലം എന്താണ് പുറത്ത് നടന്നെന്നുള്ളത് അറിയില്ലായിരുന്നു. ആ ടൈമിൽ പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു, വെബ് ഹോസ്റ്റിംഗ് ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പിന്നെ ട്രിവാൻഡ്രം, എനിക്ക് അതിന്റെ മുന്നേ സെർവർ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് അതൊന്നും കൂടി സ്കെയിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ട്രിവാൻഡ്രമുള്ള ഒരു ഹോസ്റ്റ് ടൈം എന്നുള്ള കമ്പനിയിലേക്ക് പോയി. അന്ന് തന്നെ ഇൻ 50 hours എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞു അറ്റൻഡ് ചെയ്ത് നോക്ക്, സ്റ്റാർട്ടപ്സിനൊക്കെ നല്ലതാണ്. അങ്ങനെ നമ്മൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം. നമ്മളെ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഇതിനെ പറ്റിയൊക്കെ അറിയുന്നത് 2014 ആണോ? 2014 ഇത് 2013 സ്റ്റാർട്ടിങ്ങില്. +2 കഴിഞ്ഞു, നമ്മൾ ഫ്രീ ആയിട്ടുള്ള കുറച്ച് സമയം ഉണ്ടല്ലോ. ഫസ്റ്റ് ഇയർ ബിടെക് ഫസ്റ്റ് ഇയർ കുറ്റിപ്പുറം MES. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു, ഇങ്ങനൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഹൈപ്പ് VC ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങും, ഫണ്ടിങ് കിട്ടും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ മുതലേ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. ഒപ്പം തന്നെ പഠിച്ചവരുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇയർ നമ്മള് പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മൾ കോളേജിലെ പിന്നെ മെസ്ടെക് എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ട് MES പിന്നെ ടെക് ഫെസ്റ്റ് ആണ്. അപ്പൊ അതിന് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സീനിയേഴ്സിന്റെ കൂടെ നമ്മളും അവർ കൂടി. അങ്ങനെയാണ് എന്റെ ക്ലാസ്സിൽ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള എന്റെ കോ-ഫൗണ്ടർ അതുലിനെ ഞാൻ പരിചയപ്പെടുന്നത്. സെയിം ക്ലാസ്സിലായിരുന്നു, പക്ഷെ ഇതാണ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ പരിചയം. ഞങ്ങൾ PHP ഇതൊക്കെ വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് ടെക് ഫെസ്റ്റിന് ചെയ്തു നോക്കി, ആ ടീമിൽ ഭാഗമായി. പിന്നെ ഞാൻ അതുൽ എന്ന് പറഞ്ഞാല് ചെറുപ്പം മുതലേ ഗെയിം ഡെവലപ്മെന്റ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതില് യൂട്യൂബിൽ ഫ്ലാഷ് വെച്ചിട്ടായിരുന്നു പണ്ട് ഗെയിം ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അതിന്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്ത് അതില് ചെറുപ്പം മുതലേ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, ട്യൂട്ടോറിയൽസ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ അവനും ഇത് എനിക്കിത് സ്റ്റാർട്ടപ്പ് ആക്കി തുടങ്ങാന്നുള്ള ഒരു ആഗ്രഹം വന്നു. ഞങ്ങൾ 2 ആൾക്കാരും ഞങ്ങൾ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ നിന്ന് മാറിയിട്ട് അവിടെ തന്നെ ഒരു സെപ്പറേറ്റ് റൂം എടുത്തു. അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ തന്നെ നമുക്കൊരു ഫസ്റ്റ് വർക്ക് കിട്ടി. ഉപ്പാന്റെ കമ്പനി, പുതിയൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന്റെ വെബ്സൈറ്റ് എന്നുള്ളത്. അപ്പൊ അതൊക്കെ വർക്ക് ചെയ്യുന്നതിന്റെ മുന്നേ എങ്ങനെ ചെയ്യാന്നൊന്നും അറിയില്ല, എടുത്തു ചെയ്ത് നോക്കി പഠിച്ചു. അപ്പൊ തന്നെ കോളേജ് സമയത്ത് കുറവായിരുന്നു. അതിന്റെ മുന്നേ ലൈക്ക് 3,000-4,000 റുപ്പീസ് ഇങ്ങനെ ഓരോ വർക്കിന് എടുക്കുന്ന സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റേ കാർഡ് ബിസിനസ് ഒക്കെ ചെയ്ത് ഞാൻ കുറെ പൈസ ഉണ്ടാക്കി. നമ്മളെ ഫിറ്റ്നസ് ഒക്കെ മോശമാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം വേറെ രീതിയിൽ ചെലവാക്കാനില്ല. ഫുഡ് അടിക്കുക,
പിന്നെ ഒരു ഫോൺ വാങ്ങിയിരുന്നു 5800 എക്സ്പ്രസ് മ്യൂസിക് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോളേജിൽ എത്തിയിട്ട് ഈ ടീം ഫോം ചെയ്തു, നിങ്ങൾ സെപ്പറേറ്റ്ലി മാറി. പിന്നെ നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ കമ്പനി ചെയ്യേണ്ടത്? പേരെന്തായിരുന്നു കമ്പനിയുടെ? ഫാൻഡാക്കോഡ് എന്നാണ് ഞങ്ങൾ ഇനീഷ്യലി പേരിട്ടത്. ആദ്യം ഞങ്ങൾ ആഗ്രഹം ഗെയിം ഡെവലപ്മെന്റ് കമ്പനി ആയിരുന്നു. ഞങ്ങൾ 2-3 ഗെയിം, പിന്നെ ബങ്കി എന്ന് പറഞ്ഞിട്ട്, പിന്നെ ക്ലാസ് കട്ട് ചെയ്യുമ്പോൾ അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ, അതുപോലെ പിന്നെ ഗസ് ദ ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഗെയിം, ഫിറ്റ്മി എന്ന് പറഞ്ഞിട്ട് ഫിറ്റ്നസ് കോട്ടിനുള്ള അങ്ങനെ കുറച്ച് ആപ്പുകളൊക്കെ ഉണ്ടാക്കി പ്ലേ സ്റ്റോറിൽ ഇട്ടു. വലിയ ട്രാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, ലൈക്ക് $1 $2 ഒക്കെ റവന്യൂ, അതായിരിക്കും ഓർമ്മ ഉണ്ടാക്കി. പക്ഷെ ഇത് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, അപ്പൊ ഇത് ചെയ്യുന്നുണ്ടെന്ന് കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞു, പിന്നെ അവർക്ക് ഓരോ സർവീസ് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അതായിരുന്നു നമ്മൾ ഇനീഷ്യൽ വർക്ക്. ഇനീഷ്യൽ 50,000 60,000 വർക്ക് എടുത്തിട്ടുണ്ട്. ഒരു കോളേജിന്റെ 3rd ഇയർ ഒക്കെ ആയപ്പോൾ 2 lakh 3 lakhന്റെ വർക്കൊക്കെ എടുത്തു തുടങ്ങി. നമ്മൾ മീറ്റ് ചെയ്യുന്നത് 3rd ഇയർ സമയത്താണോ? 3rd ഇയർ ലാസ്റ്റിലേക്കാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളൊരു നല്ലൊരു ഫണ്ട് ക്യാപിറ്റൽ കിട്ടിയില്ല അവിടുന്ന്? ടെക്സ്പെക്ടേഷൻ എന്നുള്ള ഹാക്കത്തോൺ, മനോരമയുടെ ടെക്സ്പെക്ടേഷൻ എന്നുള്ള ഹാക്കത്തോൺ ആണ് നമ്മളെ ഒരു പബ്ലിക് എക്സ്പോഷർ ഇനീഷ്യലി കിട്ടിയത്. അതും ന്യൂസ് പേപ്പറിലും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഐ മീൻ എന്താ നമ്മളാ ഫോട്ടോയിൽ ഇങ്ങനെ കൈയൊക്കെ ചൂണ്ടിയിട്ടുള്ള രീതിയിലാണ് ക്യാമറയിലേക്ക് നോക്കുന്ന പറഞ്ഞാൽ അതാണ് പേപ്പറിലൊക്കെ വന്ന് ക്ലിക്ക്. അതില് പിന്നെ അന്ന് ഹേ ന്യൂസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മള് ചാറ്റ് ബോട്ട് ഇങ്ങനെ ട്രെൻഡ് ആയി വരുന്ന മനോരമയുടെ API അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, മനോരമയുടെ ന്യൂസ് APIs അവർ പ്രൊവൈഡ് ചെയ്യും. ഞങ്ങൾ ചെയ്തത് അവര് ഫേസ്ബുക്ക് അക്കൗണ്ടിനായിട്ട് ലോഗിൻ വിത്ത് ഫേസ്ബുക്ക്. അപ്പൊ അവര് ലൈക്ക് ചെയ്ത എല്ലാ പേജസും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ ഇൻട്രസ്റ്റ് പിന്നെ മെഷർ ചെയ്യുന്ന ഒരു ലോജിക്ക് ബിൽഡ് ചെയ്തു. അല്ലെ, ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം എന്ന് വേണമെങ്കിൽ പറയാം. NLT അങ്ങനത്തെ എന്തോ ഒരു മെഷീൻ ലേണിംഗ് പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ഞങ്ങളത് ചെയ്തത്. അപ്പൊ അതിനൊരു ഫ്രണ്ട് ആൻഡ് മൊബൈൽ ആപ്പ്, അതായിരുന്നു എൻ്റെ റോള്. മൊബൈൽ ആപ്പും APIs കൺസ്യൂം ചെയ്യാന്നുള്ളത്. അപ്പൊ അത് അവിടെ ഇഷ്ടമായി അവർക്ക്. നമ്മളെ പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ആക്ച്വലി അന്ന് ഒരു കുറച്ച് പ്രൊഡക്ട്സ് ഓർമ്മയില്ല. ഏതൊരു ആള് ന്യൂസ് പേപ്പർ തുറക്കുമ്പോൾ ന്യൂസ് പേപ്പറിൽ ഈ പറഞ്ഞ AR വെച്ചിട്ട് ആഡ് പ്ലേ ചെയ്യുന്ന പോലെ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു മനോരമ ന്യൂസ് പേപ്പറിൽ. പിന്നെ വേറെ നമ്മൾ ചെയ്തത്, നമ്മുടെ ടീമിനായിട്ട് GC തൃശ്ശൂരിന് പോയിട്ട് ചെയ്തത്, നമ്മൾ ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ ബോട്ട് ഉണ്ടായിരുന്നു. അന്നാണ് തുടങ്ങിയത് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ബോട്ട്. അപ്പൊ മനോരമയുടെ ന്യൂസ് API വെച്ചിട്ട് നമ്മൾ അത് ക്ലിക്ക് ചെയ്തിട്ട് മെസ്സഞ്ചറിൽ ന്യൂസ് കാണിക്കാൻ പറ്റും, വായിക്കാൻ പറ്റും. സിമിലർ ആപ്പാ ചെയ്തിരുന്നതിന്റെ ഓർമ്മ. അപ്പൊ നമ്മള് അങ്ങോട്ട് നോക്കണ്ടായിരുന്നു. ഓർമ്മ ഉണ്ട്, നമ്മൾ നോക്കുന്നത് ഓർമ്മ. പിന്നെ നമ്മൾ അവിടെ പ്രസന്റേഷൻ കഴിഞ്ഞു. അവർ 3 ടീമിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത്, പിന്നെ നമുക്കൊരു ലൈക്ക് വലിയ വെന്യൂല് അവർ ടെക്സ്പെക്ടേഷൻ എന്നുള്ള ഒരു ഗ്രാൻഡ് ഇവന്റ് ആയിരുന്നു. ഹാക്കത്തോൺ അതിന്റെ ഒരു സബ്സെറ്റ് ആയിരുന്നു. മനോരമയുടെ ടെക്സ്പെക്ടേഷന്റെ ആ ഗ്രാൻഡ് ഇവന്റിൽ പിന്നെ നമുക്കൊരു ലൈക്ക് നമ്മളെ ടെക് ക്രഞ്ച് ഇതിനൊക്കെ ഇതുണ്ടല്ലോ, ഡിസ്റപ്റ്റ്, അതുപോലത്തെ ഒരു സെറ്റപ്പിൽ അവർ വലിയ സ്റ്റേജിൽ നമുക്ക് ടീം ഒന്ന് പിച്ച് ചെയ്യുന്ന നല്ലൊരു ഇവന്റ്. ഐ തിങ്ക് പിന്നെയും അത് 2-3 കൊല്ലം നടത്തിയിട്ടുണ്ട്. പിന്നെ നടന്നിട്ടില്ല. പിന്നീടുള്ളതിൽ ഹാക്കത്തോൺ നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. അത് ഹാക്കത്തോൺ വാസ് ഗെയിം ചേഞ്ചർ. അപ്പൊ നമ്മളും KPHന്റെ ഒരു ഹാക്കത്തോൺ ഓർഗനൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോ ഐ തിങ്ക് ദാറ്റ്സ് വെർ ദ മോസ്റ്റ് പീപ്പിൾ കം ടുഗദർ ആൻഡ് ടിങ്കർ അറൗണ്ട് ആൻഡ് മേക്ക് സംതിങ്. അത് ആ ഒരു ബോണ്ടിങ്ങും ആ ഒരു വിത്തിൻ 24-48 hours നമ്മൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണ ഒരു ഇത് ലൈക്ക് എന്താ പറയാ, ചേഞ്ചസ് ദ റൂട്ട്. എക്സാക്ട്ലി. അത് അവിടെയാണ് നമ്മളെ ടീം ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾ യു വോൺ ഐ തിങ്ക് 1 lakh or something, right? 1 lakh ആയിരുന്നു അന്നത്തെ ക്യാഷ് പ്രൈസ്. ഇത് 2016 2016-17 ടുവേർഡ്സ് എൻഡ്, നമ്മളെ ഫൈനൽ ഇയറിന്റെ എന്റെ ആയപ്പോഴേക്ക് ഈ എമൗണ്ട് നമ്മൾ സർവീസ് ചെയ്തിരുന്ന പൈസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. കോളേജ് ലൈക്ക് ഓൾമോസ്റ്റ് എൻഡ് ആകുമ്പോൾ പ്ലേസ്മെന്റ്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കും കോ ഫൗണ്ടേഴ്സിനൊക്കെ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് കോളേജിലായിരുന്നപ്പോഴേ ഫാൻഡാക്കോഡ് ലീഗൽ ഒരു തീരുന്നതിന്റെ മുന്നേ തന്നെ ഞങ്ങളത് ലീഗലി LLP ആയിട്ടാണ് ഇനീഷ്യലി രജിസ്റ്റർ ചെയ്തത്. നമ്മളിത് തീരുമാനിച്ചു തന്നെ ചെയ്യാന്നുള്ളത്. പിന്നെ 2017 May 4th നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാം തീരുന്നത്. May 5th ഞങ്ങൾ കോഴിക്കോട് ഓഫീസ് ഇട്ടു. അന്ന് എങ്ങനെ റെന്റ് കൊടുക്കുക പോലും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ സ്റ്റിൽ വി ടുക്ക് ദാറ്റ് റിസ്ക്. എല്ലാവർക്കും എങ്ങനെയായിരുന്നു? വാട്ട് വാസ് ദ റെസ്പോൺസ് ഫ്രം യുവർ പാരന്റ്സ്? ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് നല്ല ഓഫർ ഉണ്ട്, അത് ചെയ്യണോ, സ്റ്റാർട്ടപ്പ് ചെയ്ത് രക്ഷപ്പെടും, അങ്ങനത്തെ ഒരു ബയസ് ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു പാരന്റ്സ് സപ്പോർട്ടീവ്? ഓരോ ഫൗണ്ടേഴ്സിന്റെയും ഞങ്ങൾ 4 ഫൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഐ മീൻ അതിൽ ഓരോ ആൾക്കാർക്കും വേറെ വേറെ രീതിയിലായിരുന്നു. എന്റെയും അല്ലെങ്കിൽ അതുലിന്റെയും പാരന്റ്സ് സപ്പോർട്ടീവ് ആയിരുന്നു. ഇങ്ങനെ പറയും, ജോലി ചെയ്ത് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് പോരെ എന്നുള്ളത് പറയും. പക്ഷെ ലക്കിലി നമുക്ക് ഫിനാൻഷ്യൽ ബേർഡൻസോ അല്ലെങ്കിൽ ഒരു പാരന്റ്സ് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് we were able to take that risk. ഞങ്ങൾ ഇനീഷ്യൽ സാലറി 4,000-5,000 rupees ആയിരുന്നു. ലൈക്ക് കുറെ കാലം ഞങ്ങൾ ആ ചെറിയ സാലറിക്കാണ് ഓടിയത്.
പക്ഷെ ഡേ 1 മുതൽ ഞങ്ങൾ ടെക്നിക്കലി പ്രോഫിറ്റബിൾ ആണ്. കാരണം നമ്മൾ ചെറിയ Service. സാലറി എടുക്കുന്നുള്ളൂ. സർവീസ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർവീസ് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഓക്കെ, നമ്മൾ സർവീസ് ചെയ്തിട്ട് എപ്പോഴാണ് ഈ പ്രൊഡക്റ്റിലേക്ക് ചിന്തിച്ചത്? ഓക്കെ, ഇനീഷ്യലി ഞാൻ മൈക്രോസോഫ്റ്റിന്റെ സ്റ്റുഡന്റ് പാർട്ട്ണർ ആയിരുന്നു. ഐ മീൻ കോളേജിൽ കയറുന്നതിന്റെ മുന്നേ ഒരു വിൻഡോസ് ഫോൺ വാങ്ങി. ഓക്കെ, വിൻഡോസ് ഫോൺ Lumia ആണോ? വാങ്ങിയപ്പോൾ ലൂമിയ അതായിരുന്നു എൻ്റെ ഫോണ്. അപ്പൊ ഇതിലേക്ക് ആപ്പ് വളരെ കുറവായിരുന്നു. അങ്ങനെയാണ് ഞാൻ 10 വരെയുള്ളതൊക്കെ വെബ്സൈറ്റ് ഉണ്ടാക്കിയതൊക്കെ ഈ പബ്ലിഷർ ഒരു എന്താ പറയാ റിവേഴ്സ് എഞ്ചിനീയറിങ് ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ്. പക്ഷെ പ്രോപ്പർ കോഡിങ്ങിന്റെ ഒരു എക്സ്പോഷർ സ്ട്രക്ചേർഡ് വേ ഓഫ് ലേണിംഗ് +1 +2 കിട്ടിയത് കമ്പ്യൂട്ടർ സയൻസ് എടുത്തോണ്ട്. പിന്നെ അപ്പോൾ പിന്നെ ബിടെക്കിന് എത്തിയപ്പോഴും ആ ഒരു പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതിന് ആപ്പ് ഇല്ല എന്ന് മനസ്സിലായി. ഇനി എങ്ങനെയെങ്കിലും ആപ്പ് ഉണ്ടാക്കിയേ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ആപ്പ് ഡെവലപ്മെന്റ് പഠിച്ചതും നമുക്ക് സർവീസ് വർക്ക് വരാനുള്ള ഒരു വഴിയായിരുന്നു. അതുപോലെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും Xamarin എന്നുള്ളൊരു ടൂൾ വെച്ചിട്ടായിരുന്നു ഞാൻ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റി നടത്തിയിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായി. ഇവിടെയാണ് പിന്നെ നമ്മൾ ലൈക്ക് നല്ല ക്വാളിറ്റി പ്രൊജക്ട്സ് കിട്ടി തുടങ്ങിയത്. റവന്യൂ കാര്യങ്ങളൊക്കെ വരുന്ന രീതി. അപ്പൊ ഈ Xamarinന്റെ ഒരു സർവീസ് ആയിരുന്നു നിങ്ങളുടെ ഒരു? Xamarin ഞങ്ങളൊരു കോർ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് ആയിരുന്നു. പിന്നെ അതിന് എപ്പോഴാണ് ഈ പ്രൊഡക്റ്റിലേക്ക് എത്തി? ഐ തിങ്ക് ദി ഫസ്റ്റ് പ്രൊഡക്റ്റ് വാസ് ഐദർ ടേക്ക് മൈ ഓർഡർ ഓർ ഫീഡ്ബാക്ക്. ഓക്കെ, ഞങ്ങൾ പിന്നെ സർവീസ് കമ്പനി ആയിരുന്നപ്പോഴേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗെയിം ഉണ്ടാക്കണം എന്നുള്ള ആദ്യത്തെ ഡ്രീം അവിടെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് അത്യാവശ്യം ലൈക്ക് ക്യാപിറ്റൽ വേണം. ഗെയിം ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്യലാണോ അല്ലെങ്കിൽ ഗെയിം ഉണ്ടാക്കി ഗ്രോ ചെയ്യലാണോ? എവിടെയാണ് നിങ്ങളുടെ സ്ട്രഗിൾ ചെയ്യാൻ പറ്റിയത്? ഞങ്ങൾ ഗെയിം തുടങ്ങിയിട്ടില്ല. ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാന്നുള്ളത് തന്നെ ലൈക്ക് ഹൈ ഇന്റൻസീവ് ലൈക്ക് കുറെ ടീം മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഇതാണ്. ലൈക്ക് ചെറിയ ട്രിവിയ ഗെയിംസ് ഒക്കെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യുന്ന ടൈപ്പ് ഗെയിംസ് ഉണ്ടല്ലോ ലൈക്ക് GTA, അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ടീമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇതാണ്. അപ്പൊ അത് ആഗ്രഹം സൈഡിലുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കോ ഫൗണ്ടറിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും ഈ ഒരു റൂട്ടിലായിരുന്നു. ലൈക്ക് സർവീസ് ഒന്ന് ഗ്രോ ചെയ്യണം, പിന്നെ അതൊരു പ്രൊഡക്റ്റിലേക്ക് മാറണം. അപ്പൊ ഞങ്ങൾ ഇനീഷ്യലി ചെയ്തിരുന്ന മോഡല് സർവീസ് ഞങ്ങൾ ചെയ്തു തരും. നല്ല പ്രൊഡക്റ്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ സർവീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിൽ സബ്സിഡൈസ്ഡ് റേറ്റ് തരും. $X ആണ് നമ്മളെ പിന്നെ യൂഷ്വൽ ചാർജ് എങ്കിൽ X - സംതിങ്, അതൊക്കെ ഒരു ചെറിയ സബ്സിഡൈസ്ഡ് റേറ്റിന് ഫോർ എ സ്റ്റേക്ക് 10%. പിന്നെ എൻ്റെ ഈ പറഞ്ഞു വന്നത് കോളേജിൽ ആയിരുന്നപ്പോൾ എഴുതിയ ഹാക്കത്തോണിന് പോയ ബ്ലോഗ്, ഈ നമ്മൾ മനോരമ അല്ല, ഞാൻ വേറെയും ഹാക്കത്തോൺസിന് പോയി ഇങ്ങനെ ഓരോ ഇത് കിട്ടാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ബ്ലോഗ് ചെയ്തു. ഈ ബ്ലോഗ് കണ്ടിട്ട് ഓക്കെ, കാനഡയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഫസ്റ്റ് ക്ലയൻറ്റിനെ കിട്ടി. അവര് പിന്നെ നിങ്ങളെ ബ്ലോഗ് ചെയ്യാൻ വായിച്ചു, സൂപ്പർ, പിന്നെ Xamarin എക്സ്പെർട്ടൈസ് ഉണ്ടല്ലേ, നമുക്കൊരു ആപ്പ് വേണം. അപ്പൊ ചെറിയ ടീമാണ്, ഞങ്ങളൊരു 6 മെമ്പർ ടീം 6 മെമ്പർ ടീമായിരുന്നു. പക്ഷെ ഈ ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാല് മോർ ദാൻ 500 സ്ക്രീൻസ് വരുന്ന കംപ്ലീറ്റ് ഒരു മസ്ജിദ് ആൻഡ് മദ്രസ മാനേജ്മെന്റ് സ്യൂട്ടാണ്. ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റി മാനേജ്മെന്റിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ലൈക്ക് ഐഡിയ ഇല്ല, എങ്ങനെ പ്രൊജക്ട് മാനേജ്മെന്റും കാര്യങ്ങളും ഒന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഈ കസ്റ്റമർ ആണ് ഞങ്ങൾ ട്രെയിൻ ചെയ്തത്, ഇങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യുക. അപ്പൊ ഇതിൽ ഞങ്ങൾ ഇതേപോലെ ഒരു സ്റ്റേക്ക് ഞങ്ങളെ വർക്കും കമ്മിറ്റ്മെന്റും കണ്ടിട്ട് ആ കസ്റ്റമർ തന്നു. അതിനുശേഷം നമ്മളൊരു കല്യാണത്തിനൊക്കെ ഇങ്ങനെ ഓരോ കല്യാണ സൽക്കാരത്തിനൊക്കെ കാഷ്വലി ഒരു റിലേറ്റീവിനെ കണ്ടു. ഞങ്ങളിപ്പോൾ ഉള്ള പ്രൊഡക്റ്റ്, അതായത് ഫീഡ്ബാക്ക് എന്നുള്ള പ്രൊഡക്റ്റുള്ള ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടു. അപ്പോൾ മൂപ്പരോട് സംസാരിച്ച് മൂപ്പർക്ക് ഇങ്ങനെ ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. പിന്നെ അങ്ങനെയാണ് ഫീഡ്ബാക്ക് എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഇനീഷ്യലി ഒരു സർവീസ് എന്നുള്ള രീതിയിൽ വന്നിട്ട് പിന്നെ അതൊരു പ്രൊഡക്റ്റായി മാറാണ് ചെയ്തത്. ഫീഡ്ബാക്ക് ഫോർ ഓഡിയൻസ് എന്താണ്? ഫീഡ്ബാക്ക് എന്നുള്ള ആദ്യം ജെനസിസ് ക്ലൗഡ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ ബാങ്കിലേക്കും ഇൻഷുറൻസ് കമ്പനിയിലേക്കും അല്ലെങ്കിൽ എന്തൊരു കോൺടാക്ട് സെന്റർ അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് സെന്റേഴ്സിലേക്ക് വിളിക്കുമ്പോഴും ഐ മീൻ അതിനൊരു സിസ്റ്റം, ഒരു ബാക്ക് ആൻഡ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കോൺടാക്ട് സെന്റർ, അവിടെ കുറേ ഏജൻസ് ഉണ്ടാവും, നമ്മളെ കോള് വരുന്നു, നമുക്കിങ്ങനെ ബാങ്കിൽ നിന്ന് വിളി വരും, അല്ലെങ്കിൽ ബാങ്കിലേക്ക് നമ്മൾ സപ്പോർട്ടിന് വിളിക്കുമല്ലോ. ആ കോൺടാക്ട് സെന്റേഴ്സ് ട്രഡീഷണലി അവർ ചെയ്തിരുന്നത് അതിനൊരു PBX അങ്ങനെ ഇന്റേർണലി ഹാർഡ്വെയർ ബേസ്ഡ് സൊല്യൂഷൻസ് ആയിരുന്നു അവരുടെ ഡെസ്കിലേക്കൊക്കെ ഉള്ളത്. ജെനസിസ് ക്ലൗഡ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇത് ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആക്കി, അതായത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് ഈ ഫുൾ സിസ്റ്റംസ് നടക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു വെബ് ബ്രൗസറിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏജന്റ് ലോഗിനായി, പിന്നെ കോൾസ് ഒക്കെ നമ്മളെ ഓരോ ഏജൻസിലേക്ക് റൂട്ട് ആവും. അതാണ് ജെനസിസ് ക്ലൗഡ്. ഈ കോളിന് ശേഷം ഈ ഏജൻസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾക്ക് ഈ ഏജന്റിന്റെ പെർഫോമൻസ് 1 മുതൽ 5 വരെ റേറ്റ് ചെയ്യുന്നുള്ള നമ്മൾ പല കോൾസും റിവ്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഈ മാർക്കറ്റ് പ്ലേസിൽ ലോഞ്ച് ചെയ്തത്. അത് വോയിസ് ആവാം, ഇമെയിൽ ആവാം, വാട്സാപ്പ്, അതാണ് ഫീഡ്ബാക്ക് എന്നുള്ള ഒരു പ്രൊഡക്റ്റ്. ജസ്റ്റ് ബി ക്ലിയർ, അപ്പോൾ ഒരാള് കോൾ വന്നു, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഹൗ വാസ് ദ കോൾ വന്നത് നമ്മളോട് റേറ്റ് 1 to 5 എന്ന് പറയുമ്പോൾ
നമ്മൾ നമ്പറിൽ അല്ലെങ്കിൽ ഇമെയിലിൽ ഒരു ബട്ടൺ അമർത്തും. അത് ജെനസിസ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കസ്റ്റമേഴ്സിന് അത് പ്രൊവൈഡ് ചെയ്യുന്ന സൊല്യൂഷൻ ആണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്. അത് വോയിസ് ആവാം, ഇമെയിൽ, ഓൾ ദി ജെനസിസ് ക്ലൗഡ് അല്ലെങ്കിൽ സപ്പോർട്ട് ചാനൽസ്. നമ്മൾ വാട്സാപ്പ് വഴി ഇപ്പൊ സപ്പോർട്ട് നടക്കുന്നുണ്ട്, ഇമെയിൽ വഴി എല്ലാ ചാനലിലും സർവേ ചെയ്യുന്നൊരു സൊല്യൂഷൻ. ഈ പ്രൊഡക്റ്റ് ലോഞ്ച് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാത്ത ടൈം എടുത്തു, പിന്നെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് എന്തായിരുന്നു ഫസ്റ്റ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ടു ഗെറ്റ് ഫസ്റ്റ് കസ്റ്റമർ? പ്രൊഡക്റ്റ് ഒരു MVP ആയിട്ട് ലോഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് ലൈക്ക് 4 to 6 months ആണ് എടുത്തത്. വളരെ ചെറിയ ക്യാപിറ്റലേ വേണ്ടി വന്നിട്ടുള്ളത് ഡെവലപ്പ് ചെയ്യാൻ. ലൈക്ക് ഒരു സോളോ ഡെവലപ്പറാണ് അത്. ആ ടൈമിൽ ഞങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ട്, സർവൈവ് ചെയ്യണമല്ലോ. പക്ഷെ ഇത് ഒരു സോളോ ഡെവലപ്പറാണ് ഇത് മെയിൻലി ഹാൻഡിൽ ചെയ്ത്. 1-2 ആൾക്കാരാണ് അത് ഹാൻഡിൽ ചെയ്ത്. ഒരു 5-6 മാസം കൊണ്ട് പരിപാടി തീർന്നിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് അവരെ മാർക്കറ്റ് പ്ലേസിലേക്ക് അപ്ലൈ ചെയ്തു. ജെനസിസിന് ഒരു മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ആപ്പ് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ജെനസിസ് ക്ലൗഡ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം അവർ ബിൽഡ് ചെയ്തു. അതിന് കുറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കേപ്പബിലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ പോലത്തെ തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സിന് ആ മാർക്കറ്റ് പ്ലേസ് നമുക്ക് സെൽ ചെയ്യാം. ബേസിക്കലി ഷോപ്പിഫൈ അല്ലെങ്കിൽ വേർഡ്പ്രസ്സിലൊക്കെ ഉള്ള പ്ലഗിൻസും ആപ്സ് എക്കോസിസ്റ്റം പോലെ തന്നെ ജെനസിസിൽ ഒരു എക്കോസിസ്റ്റം ഉണ്ട്. അതിന് ആപ്പ് ഫൗണ്ടറി എന്നാണ് പറയുന്നത്. അതെ, അവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ അവരെ ജെനസിസിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് അവർക്ക് ഞങ്ങളെ പ്രൊഡക്റ്റ് ഞങ്ങളെ ഇംപ്ലിമെന്റേഷൻ ഇഷ്ടമായി, അവർ അത് അപ്രൂവ് ചെയ്തു, ആപ്പ് ഫൗണ്ടറി ലോഞ്ച് ചെയ്തു. എന്താ പറയാ, ഫ്രം ദ ഡെവലപ്മെന്റ് ടു ആ ലിസ്റ്റിംഗ് ടു ദ പ്ലാറ്റ്ഫോം അത് എത്ര ടൈം എടുത്തു? That took like 2 months. വെറ്റിംഗ് പ്രോസസ്. അവരെ അപ്രൂവൽ. പിന്നെ നമ്മൾ ചെറിയ കമ്പനി ആയതുകൊണ്ട് അവർ ഇനീഷ്യലി മെയിലും കാര്യങ്ങൾക്കും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. കുറെ വട്ടം ഫോളോ അപ്സ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് അവർ അത് നമ്മളെ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയത്. അവിടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കി? അത് ഒരു റിലേറ്റീവ് വഴിയാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത്. നമ്മളൊരു ഐഡിയ അങ്ങനൊന്നും അല്ലായിരുന്നു, സ്റ്റംബിൾഡ് അപ്പോൺ എന്ന് പറയില്ലേ, അതാണ് ഈ ഏരിയയിലേക്ക് എത്തിയത്. അപ്പൊ അവിടെ നമ്മള് എന്താ പറയാ, നിങ്ങള് ആപ്പ് ഫൗണ്ടറിയിൽ ഒരു ആപ്പായിട്ട് ലിസ്റ്റ് ചെയ്തു. then what's next? ആപ്പ് ഫൗണ്ടറിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടണം. ഇപ്പൊ ഞാൻ ഇനീഷ്യലി ചെയ്ത പ്രോസസ്, അവിടുന്ന് ഇൻബൗണ്ട് ലീഡ്സ് വരും. പക്ഷെ ഇനീഷ്യലി ഇൻബൗണ്ട് ലീഡ്സ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ ചെയ്തിരുന്ന പ്രോസസ് എന്താ വെച്ചാൽ ലിങ്ക്ഡിൻ എടുത്ത് പിന്നെ ഈ ജെനസിസ് ക്ലൗഡ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഞാൻ സിമ്പിൾ സെർച്ച് ജെനസിസ് ഇൻട്രസ്റ്റ്, അവര് ഇൻട്രസ്റ്റില് ജെനസിസ് ഉണ്ടോ, അല്ലെങ്കിൽ ജെനസിസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജെനസിസ് സെല് ചെയ്യുന്നത് പാർട്ട്നേഴ്സ് ആണ്. കണക്ഷൻ റിക്വസ്റ്റ് അയക്കും. ഞാൻ ഇങ്ങനെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ലൈക്ക് അന്ന് പഠിച്ചു, നമ്മള് ഡയറക്റ്റ് പ്രൊഡക്റ്റ് അല്ല പിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചു. പക്ഷെ കുഴപ്പമില്ല, ലൈക്ക് ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റി. എന്തായിരുന്നു ലൈക്ക് ഔട്ട്റീച്ച് മെസ്സേജിൽ നിങ്ങൾ? ഞാൻ സ്പെസിഫിക് ആയി ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യണം അറിയണ്ടാവില്ല. സോ ഐ ആം trying to dig deeper into how to get the first customer. Okay, അപ്പൊ നമുക്ക് അറിയാം പോസ്റ്റ് ഇന്ററാക്ഷൻ സർവേ എന്നുള്ളത് ജെനസിസ് ക്ലൗഡിൽ ഇല്ല. അത് പിന്നെ അവർക്കൊരു ഐഡിയ പോർട്ടൽ ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ആസ്ക് ഉള്ളൊരു കാര്യമാണ്. ഇത് വേണം, ഈ ഫീച്ചർ വളരെ എസെൻഷ്യൽ ആണ്. അവരെ ഓൺ പ്രം സൊല്യൂഷനിലൊക്കെ ഈ സർവേ ഫീച്ചർ ഉണ്ട്, ക്ലൗഡ് സൊല്യൂഷനിലാണ് അവർക്ക് ഇത് ഇല്ലാത്തത്. അപ്പൊ ഈ ആസ്ക് ഉള്ള ആൾക്കാരെ ഐഡിയയിലെ പോർട്ടലിലൊക്കെ കമന്റ് ചെയ്ത ആൾക്കാരെ ഞാൻ തേടി പിടിച്ച് അങ്ങനെയുള്ള എല്ലാവർക്കും മെസ്സേജ് ചെയ്യുന്നത്, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ കോൾ, അന്ന് വെറും വോയിസ് വെച്ചിട്ടാണ് ഞങ്ങൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. ആഫ്റ്റർ കോൾ സർവേ ചെയ്യാൻ ഞങ്ങൾ ഈ ആപ്പ് ഫൗണ്ടറിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് നോക്കും എന്ന് പറഞ്ഞാൽ ആപ്പ് ഫൗണ്ടറിന്റെ ലിങ്കാണ് ഞാൻ അതിൽ CT ആയിട്ട് കൊടുത്തു. റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യായിരുന്നു, എങ്ങനെയാണ്? ഇൻസ്റ്റാളേഷൻ അല്ല പ്രോസസ്സ്, നെക്സ്റ്റ് സ്റ്റെപ്പ് പിന്നെ ഡെമോ ആണ് വരിക. കാരണം അന്ന് ഓട്ടോമാറ്റിക് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊന്നും ഇല്ല, ആ സ്റ്റേജിൽ ഇല്ല. പിന്നീട് അതൊക്കെ വന്നിട്ടുണ്ട്. ആ ടൈമിൽ ആൾക്കാർ ലൈക്ക് ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാർ ഡെമോക്ക് ഷെഡ്യൂൾ ചെയ്യാന്നൊക്കെയുള്ള രീതിയിൽ പറയും, വിൽ ചെക്ക് ഇറ്റ് ഔട്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയും. പക്ഷെ ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് വന്നത് എന്താ വെച്ചാൽ, നമുക്കൊരു ഫസ്റ്റ് ലാറ്റം, അതായത് കൊളംബിയ എന്നുള്ള കൺട്രിയിൽ നിന്ന് ഒരു ആള് നമ്മളെ ആപ്പ് ഫൗണ്ടറി ലിസ്റ്റിംഗ് കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങൾക്ക് ഈ റിക്വയർമെന്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ അവർക്ക് ഡെമോ കൊടുത്തു. ലാംഗ്വേജ് വലിയൊരു ബാരിയർ ആയിരുന്നു, കാരണം ഇംഗ്ലീഷ് അറിയാം പക്ഷെ ഭയങ്കര സ്ലോയില് സംസാരിക്കണം. പക്ഷെ ഹി ടേൺഡ് ഔട്ട് ടു ബി ലൈക്ക് നമ്മളെന്താ ഏറ്റവും വലിയ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ. നമ്മളെ ഏറ്റവും വലിയ മാർക്കറ്റ് ലാറ്റം ആൻഡ് മിഡിൽ ഈസ്റ്റ് ആണ്. ഈ കൊളംബിയയിലെ ഫസ്റ്റ് പാർട്ട്ണർ കൊണ്ടുവന്ന കസ്റ്റമറിനെ നമ്മൾ പ്രൊഡക്റ്റ് ഡിപ്ലോയ് ചെയ്തു. ഇനീഷ്യൽ ഡീൽ വാസ് ലൈക്ക് അറൌണ്ട് $1,600 പെർ മന്ത്. അതാണ് അങ്ങനെ ഡീലിന്റെ വാല്യൂ ഹൈ ആയിരിക്കും എന്റർപ്രൈസ് സെയിൽസിൽ. എന്താണ് എന്റർപ്രൈസ് സെയിൽസ്? ഓക്കെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിന് ഓപ്പർച്യൂണിറ്റി എന്നാണ് ഇനീഷ്യലി പറയാം. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ എന്റർപ്രൈസ് ഡിഫൈൻ ചെയ്യുന്നത്, ജെനസിസ് ക്ലൗഡ് യൂസ് ചെയ്യുന്നത് എന്റർപ്രൈസസ് ആവാം, SMB സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ആവാം.
ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മോർ ദാൻ ലൈക്ക് 200 കോൺടാക്ട് സെൻറ്റർ ഏജൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മയിൽ 160+ എന്തോ ആയിരുന്നു. അപ്പോൾ അവരൊരു ലൈക്ക് പൊട്ടൻഷ്യൽ വാല്യൂ, ഹോൾ ഡീലിൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂ ഇൻക്ലൂഡിങ് ജെനസിസ് ക്ലൗഡും കാര്യങ്ങളൊക്കെ മോർ ദാൻ സേ 200K അല്ലെങ്കിൽ 300K പെർ ഇയർ ആയിരിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിൽ പിന്നെ അവർ ഉള്ള മേഖല ഇതാണ് ലൈക്ക് ഗ്യാസ് കമ്പനിയാണ്. നമ്മളെ ഇപ്പോൾ HP എന്നൊക്കെ പറഞ്ഞ പോലെ നാച്ചുറൽ ഗ്യാസിന് ഫേമസ് ആണ് ലാറ്റിൻ കൺട്രീസ്. അങ്ങനത്തെ കമ്പനിയിലേക്കാണ് നമ്മൾ ഇനീഷ്യൽ സെയിൽസ് നടന്നത്. അവരൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമുക്ക് ലൈക്ക് പാർട്ട്ണർ നമ്മളെ റീച്ച് ഔട്ട് ചെയ്തത്. ഈ ഒരു കസ്റ്റമർ വന്നപ്പം നമ്മൾ ലൈക്ക് 160 ഏജൻസ് നമ്മുടെ പ്ലാറ്റ്ഫോമും നമ്മൾ ഗൂഗിൾ ക്ലൗഡ്സിൻ്റെ ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ അപ്പ് ആൻഡ് റണ്ണിങ് ആയിരുന്നു. ഈ കസ്റ്റമേഴ്സിനെ നമ്മൾ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാം. അപ്പോൾ we close them. എത്ര എമൗണ്ടിനായിരുന്നു റൗണ്ട് അബൌട്ട്? Around per agent like $15 ആ റേഞ്ചിൽ. ഐ മീൻ $10 എന്തോണ് നമ്മൾ ക്ലോസ് ചെയ്ത്. നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് $15 ആണ്. $10 ക്ലോസ് ചെയ്തു. അറൗണ്ട് $1,600 പെർ മന്ത് ആയിരുന്നു അതിന്റെ വാല്യൂ. ഇപ്പോഴും ആ എമൗണ്ട് ആണ് പേ ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് സൈസ് ഡൗൺ ചെയ്തു. അവർ 2 ഡിവിഷനായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ഡിവിഷനാണ് ഞങ്ങൾ റിട്ടേൺ ചെയ്തത്. ഒന്ന് വേറെ കൺട്രിയിലേക്ക് പോയി. അപ്പോൾ അത് നമുക്ക് റിട്ടേൺ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ഒരു 1,000 റഫ്ലി 1,000ന്റെ അടുത്ത് ഇപ്പോഴും ഫസ്റ്റ് കസ്റ്റമർ ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മാക്സിമം പേ ചെയ്യുന്ന കസ്റ്റമർ ഇപ്പോൾ കറന്റ് നമ്മളെ ഏറ്റവും കൂടുതൽ പേ ചെയ്യുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് തേർഡ് ലാർജസ്റ്റ് ബാങ്കാണ്. അവര് അറൗണ്ട് മന്ത്ലി 10,000 റുപ്പീസിന്റെ ഐ മീൻ ഡോളറിന്റെ മേലെ പേ ചെയ്യുന്നുണ്ട്. അവരൊക്കെ മന്ത് ടു മന്ത്. ഇതിൽ ഞങ്ങൾക്ക് ഡിഫറെൻറ്റ് പ്രൈസിങ് മോഡൽ ഉണ്ട്. ഒന്ന് ആനുവൽ പ്രീപേ. ആനുവൽ പ്രീപേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കൊല്ലത്തിന്റെ പേയ്മെന്റ് അവർ തരും. പിന്നെ ആനുവൽ മന്ത് ടു മന്ത് എന്നുള്ള ഒരു രീതിയുണ്ട്. ആനുവൽ മന്ത് ടു മന്ത് എന്ന് പറഞ്ഞാൽ ആനുവൽ ആയിട്ട് കോൺട്രാക്ട് അവർ 1 ഇയർ എന്തായാലും ഉണ്ടാവും. അപ്പം മന്ത് ടു മന്ത് ആയിട്ടായിരിക്കും പേയ്മെന്റ്. പിന്നെ നോ കോൺട്രാക്ട് അല്ലെങ്കിൽ മന്ത് ടു മന്ത്. നമ്മുടെ സാധാരണ സാസ് പ്രൊഡക്റ്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ഉണ്ടാവും. അങ്ങനെ 3 മോഡലാണ് നമ്മൾ സെൽ ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ ആനുവൽ മന്ത് ടു മന്ത് മോഡലാണ്. നിങ്ങൾ ഈ പറഞ്ഞ കസ്റ്റമർ വന്നു, ഇൻബൗണ്ട് ആയിട്ട് വന്നു. ഈ ഒരു ഫ്രം ദാറ്റ് പോയിന്റ് ടു ദം പേയിങ് യു മണി ഹിറ്റിംഗ് യുവർ ബാങ്ക്, അത് എത്ര മാസം എടുക്കും? ഒപ്പം തന്നെ ആ ഒരു വിത്തിൻ ദാറ്റ് ഫ്യൂ മന്ത്സ് ഓർ മേ ബി ഇറ്റ് ക്യാൻ ബി 1 years ആസ് വെൽ, റൈറ്റ്? അതിൽ എന്തൊക്കെ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്? ഇവിടെ ഞങ്ങൾ സെയിൽസിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എല്ലാ രീതിയിലും ഉണ്ട്. ലൈക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നതുണ്ട്, ഇയേഴ്സ് എടുക്കുന്നതുണ്ട്. ഈ ഒരു കസ്റ്റമറിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവര് ഇനീഷ്യൽ ഇമെയിൽ ഞാൻ പറഞ്ഞു അവർ ഡെമോ കാണണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇമെയിൽ അയച്ചത്. പക്ഷെ അവർ ഈ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടല്ല കോൺടാക്ട് ചെയ്തത്. അവര് ഈ പാർട്ട്ണർ കൊളംബിയയിലുള്ള ഈ ഒരു പാർട്ട്ണർ കമ്പനി പ്രൊഡക്റ്റ് എന്താണ്, ഇത് അവരെ പ്രോബ്ലം സോൾവ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്തു. അവർക്ക് റിക്വയർമെന്റ്സ് ഉണ്ടാവാം, പല കസ്റ്റമേഴ്സിന് അവർ സെല് ചെയ്യുന്നതാണ്. പ്രൊഡക്റ്റ് ഡെമോ കഴിഞ്ഞ് പിന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് അവർ ഇനീഷ്യൽ ഡീലായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ കസ്റ്റമർ ഉണ്ട്, അവർക്ക് സർവേ ആവശ്യമുണ്ട്, എങ്ങനെയാണ് അത് അങ്ങനത്തെ സെയിൽസിലൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ലൈക്ക് 1 മന്തിന്റെ ഉള്ളിൽ പിന്നെ നമ്മൾ PO അവർ ഐ മീൻ നമ്മൾ പ്രൊപ്പോസൽ അയക്കും, അവർ PO പർച്ചേസ് ഓർഡർ അവർ ഇങ്ങോട്ട് അയക്കും. ഇത്രയും 160 ലൈസൻസ് വേണം, ആനുവൽ പ്രീപേ. നമ്മളത് കോൺട്രാക്ട് സൈൻ ചെയ്യും, അവർക്ക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. വെരി ഫാസ്റ്റ് ആണ്, 1 മന്ത്. അപ്പോൾ അവിടെ ആക്ച്വലി അതേപോലത്തെ ഒരു പാർട്ട്ണർ ഉണ്ടായ കാരണമാണ് അത് വേഗം ഈസപ്പായത്. അതെ, പാർട്ട്ണറാണ് ഇതിന്റെ ഫ്രണ്ട് എൻഡ് പ്രോസസ്സ്. അതായത് നമ്മൾ എൻഡ് കസ്റ്റമേഴ്സ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ആ പെർട്ടിക്കുലർ കേസിൽ ഞങ്ങൾ എൻഡ് കസ്റ്റമറിനെ കണ്ടിട്ടില്ല, അവർക്ക് ഡെമോ കൊടുത്തിട്ടില്ല. ഞങ്ങളെ പാർട്ട്ണറിനെ ലൈക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ. എത്ര പാർട്ട്നേഴ്സ് നിങ്ങൾ ഓൺബോർഡ് ചെയ്തിട്ടുണ്ട് സോ ഫാർ? വി ഹാവ് അറൌണ്ട് 15-20 പാർട്ട്നേഴ്സ്. അതിൽ എല്ലാ പാർട്ട്നേഴ്സും ആക്റ്റീവ് ഒന്നുമല്ല. അപ്പോൾ ഈ പാർട്ട്നേഴ്സിനെ എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം? ലെറ്റ്സ് സേ നമ്മൾ ഡെമോ കൊടുത്തു ആൻഡ് ദേ ആർ കൺവിൻസ് യുവർ പ്രൊഡക്റ്റ് വർക്ക്സ് ഫോർ ദെയർ എൻഡ് ക്ലയൻസ്. ഈ പാർട്ട്ണർ അവരുടെ പ്രയോറിറ്റി ആക്കി എടുക്കണല്ലോ ഫോർ യു ടു ഗെറ്റ് ക്ലയൻസ് വർക്കിംഗ്. അതെങ്ങനെയാണ് നിങ്ങൾ ആ പാർട്ട്ണർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? പാർട്ട്ണർ റിലേഷൻ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഞങ്ങൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ കൊണ്ടുവരുന്ന പാർട്ട്ണറിന്റെ കേസിൽ വി സ്റ്റാർട്ടഡ് വെരി സ്മോൾ. ഫസ്റ്റ് കസ്റ്റമറിനെ ഓൺബോർഡ് ചെയ്തു, ദെൻ വി ഷോഡ് ലൈക്ക് നമ്മളെ എഞ്ചിനീയറിംഗ് കേപ്പബിലിറ്റീസും നമ്മളെ റെസിലിയൻസും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ കൊളംബിയ എന്നുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ കൾച്ചറലി നമ്മളെ പോലെയാണ്. ഓരോ യൂറോപ്പിൽ വേറെ കൾച്ചർ ആയിരിക്കും, വളരെ സ്ട്രേറ്റ് ഫോർവേഡ്, റോബോട്ടിക് ആയിരിക്കാം, എല്ലാം അഗ്രിമെന്റിൽ ടു ദ ഡോട്ട് ആയിരിക്കാം. US കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. പക്ഷെ ലാറ്റിൻ കൺട്രീസിൽ നമ്മളെപ്പോലെ
റിലാക്സ്ഡ് ആണ്, ഒരു ഫ്രണ്ട്ലി നേച്ചറാണ്. അപ്പോൾ ദേ വിൽ റീച്ച് ഔട്ട് ടു മീ ലൈക്ക് അവരുടെ ടൈം ഡിഫറൻസ് US അതേപോലെ 12 hours അടുത്തുണ്ട്. രാത്രി ഹായ് അബ്ദുൽ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കും. ഞാനപ്പോൾ ഒരു നൈറ്റ് ഓൾ ആണ്, എനിക്ക് ഉറക്കം ഉണ്ടാവില്ല രാത്രി. നമ്മൾ കാര്യങ്ങളൊക്കെ മറുപടി പറയും. അവരായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻ ബിൽഡ് ചെയ്തു. സെയിം ടൈം നമ്മളെ പ്രൊഡക്റ്റിലെ സപ്പോർട്ടും കാര്യങ്ങളും എന്ത് വന്നു കഴിഞ്ഞാലും അവർ ടീമിനെ അല്ലെങ്കിൽ സപ്പോർട്ട് ഡെസ്കിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതിന്റെ മുന്നേ അവരെനിക്ക് ഹായ് അബ്ദുൽ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊന്നും ഞാൻ പിന്നെ ഡിസ്കറേജ് ചെയ്യാതെ അവരായിട്ട് ആ ഒരു റിലേഷൻ, ഇനീഷ്യൽ റിലേഷൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തു. എന്നിട്ട് പിന്നെ അതിനുശേഷം അവര് പറഞ്ഞു, അവിടുത്തെ ലാറ്റമിലെ ജെനസിസിന്റെ ടീമിനോട് പറഞ്ഞു, ആപ്പ് ഫൗണ്ടറിയിൽ ഫീഡ്ബാക്ക് എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇറ്റ്സ് ഗുഡ്, ലൈക്ക് അവരുടെ കാര്യം നടക്കും എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം നമ്മളെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നു. ആ ടൈമിൽ 2 ആൾക്കാർ മാത്രം, ഞാനും ഞങ്ങളെ ഫീഡ്ബാക്കും വേറൊരു പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധികം ആൾക്കാരും അവർ ഫസ്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് വേറെ സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടും അവരായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇവർ ഞങ്ങളതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് ഇഷ്ടമായപ്പോൾ അവരെ പഴയ കസ്റ്റമേഴ്സിനൊക്കെ കോൺട്രാക്ട് തീരുമ്പോൾ ഫീഡ്ബാക്കിലേക്ക് മൂവ് ചെയ്തു. അത് ജെനസിസിൽ സംസാരം എത്തി, അവിടുത്തെ ലാറ്റം ടീമിൽ സംസാരം എത്തി. പിന്നെ ഓരോ ഡീൽസിൽ ഒരു ഡിഫാക്ടോ സ്റ്റാൻഡേർഡ് എന്നുള്ള രീതി സർവേ എന്നുള്ളത് വേണോ, RFP എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. RFP എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽ. നമ്മളൊരു കമ്പനിയാണ്, ഇപ്പം മൊസിലോർ എന്നുള്ള കമ്പനിക്ക് കോൺടാക്ട് സെന്റർ റൺ ചെയ്യണം. മാർക്കറ്റിൽ കുറെ സൊല്യൂഷൻസ് ഉണ്ട്. മൊസിലോർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെയാണ് റിക്വയർമെന്റ്സ്, ഇത് മീറ്റ് ചെയ്യുന്ന കമ്പനീസിനോട് പ്രൊപ്പോസൽ അയക്കാൻ പറയും. അവർ ആ ഡോക്യുമെന്റ് കൊടുക്കും ഞങ്ങളെ റിക്വയർമെന്റ്സ്. നമ്മൾ ആ ജെനസിസ് അല്ലെങ്കിൽ പാർട്ട്ണർ എന്ത് ചെയ്യും, റിക്വയർമെന്റ് റിവ്യൂ ചെയ്യും. അതിലിങ്ങനെ ടിക്ക് ഇടും, ലൈക്ക് ഓക്കെ ഡു യു ഹാവ് പോസ്റ്റ് ഇന്ററാക്ഷൻ സർവീസ്, ഡസ് ഇറ്റ് വർക്ക് ഇൻ ഓൾ ചാനൽസ് എന്നുള്ള രീതിയിൽ ടിക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും പിന്നെ സർവേ ഒരു റിക്വയർമെന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ ദേ സ്റ്റാർട്ടഡ് കൺസിഡറിങ് ഫീഡ്ബാക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഇനീഷ്യൽ വേർഡ് ഓഫ് മൗത്ത് വഴി ആ ലാറ്റം എന്നുള്ള മാർക്കറ്റ്, ലാറ്റമിൽ മെയിൻലി കൊളംബിയ, മെക്സിക്കോ, ചിലി, അർജന്റീന, യുറുഗെ ഇതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതേ സമയം നമ്മൾ മിഡിൽ ഈസ്റ്റിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മിഡിൽ ഈസ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയും ലാറ്റമിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയും ഡിഫറെന്റ് ആയിരുന്നോ? ലാറ്റമിൽ മെയിൻലി പാർട്ട്ണർ ഡ്രിവൺ ആയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ നമുക്ക് ഒരു ഇനീഷ്യൽ കസ്റ്റമറിന് വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ സൗദിയിൽ പഠിച്ചു വളർന്നുകൊണ്ട് ഞാൻ എല്ലാ കൊല്ലവും സൗദിയിൽ പോവാറുണ്ട്. ലൈക്ക് ഉംറക്കും അല്ലെങ്കിൽ പേരൻസ് സ്റ്റിൽ സൗദിയിലാണ്. അപ്പോൾ ഒരു ടൈം സൗദി പോയപ്പോൾ ഞാൻ ജസ്റ്റ് റിയാദിലേക്ക് ഫ്ലൈറ്റ് എടുത്തു. അവിടെയാണ് ജെനസിസിന്റെ ഓഫീസ്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, ഞാൻ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോയി. അവിടുത്തെ ടീം ഓഫീസിൽ പോയി അവർക്ക് പ്രൊഡക്റ്റ് ഒക്കെ കാണിച്ചു കൊടുത്തു, അവിടുത്തെ സെയിൽസ് ടീമിനൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെ ഇൻ പേഴ്സൺ റിലേഷൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് മിഡിൽ ഈസ്റ്റിൽ. അവർക്ക് കാണണം ഇതിനൊരു തല അല്ലെങ്കിൽ ഇതിനൊരു മുഖം ഉണ്ട് എന്നുള്ളത് കാണണം. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് നല്ല ലീഡ്സ്. അതേ സമയം അവിടെ ഞാൻ ചോദിച്ചു ഇവിടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്നേഴ്സ് ആരൊക്കെയാന്നുള്ളത്. കുറച്ച് പേരുകൾ തന്നു, കോണ്ടാക്ട് നമ്പർ തന്നു. ഞാൻ എല്ലാവരെയും വിളിച്ച് ആ റിയാദിലുള്ള ആ പോക്കിൽ എല്ലാവരും ഓഫീസിലും പോയി എല്ലാവർക്കും ഇങ്ങനെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ അവിടുന്ന് ഇൻബൗണ്ട് ലീഡ്സ്, അങ്ങനെ പിന്നെ പറയാൻ പറ്റില്ല, ലീഡ്സ് വന്നു തുടങ്ങി. ഈ പാർട്ട്നേഴ്സിന് ഓൺബോർഡ് ചെയ്യുമ്പോൾ ഇതൊരു ഡിഫറെന്റ് മോഡലാണല്ലോ ടു ഗെറ്റ് കസ്റ്റമേഴ്സ്, റൈറ്റ്? ഈ പാർട്ട്നേഴ്സിന് എന്താണ് ബെനിഫിറ്റ് വെൻ ദേ ഓൺബോർഡ് എ കസ്റ്റമർ ഫോർ യുവർ ടൂൾ? ഓക്കെ, ഞങ്ങൾക്ക് പ്രൈസിംഗിൽ ടെർമിനോളജി ലിസ്റ്റ് പ്രൈസ് എന്നുള്ള ഒരു പ്രൈസ് ഉണ്ട്. അതായത് ഞങ്ങൾ ഇത് മാക്സിമം അലോഡ് ലൈക്ക് MRP ഒക്കെ പോലെ ഒരു ലിസ്റ്റ് പ്രൈസ് ഉണ്ട്. സേ പെർ ഏജന്റ് $20. പെർ ഏജന്റ് എന്ന് പറഞ്ഞാൽ കോൺടാക്ട് സെന്ററിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഏജന്റ് $15 or $20 നെയിംഡ് കൺകറന്റ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അത് ആ ഒരു പ്രൈസ് ഉണ്ട്. ഇത് പാർട്ട്ണറിനോട് പറയും ഇതാണ് ഞങ്ങളെ ലിസ്റ്റ് പ്രൈസ്. നിങ്ങളിത് സെല്ല് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു 10, 15, 20, 30% എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്കൊരു മാർക്കപ്പ് കമ്മീഷൻ കൊടുക്കും. ലെറ്റ്സ് സേ $20 അവർ എൻ കസ്റ്റമേഴ്സ് സെല്ല് ചെയ്യണമെങ്കിൽ അതിൽ 30% ഗോസ് ടു ദിസ് പാർട്ട്ണർ. അതെ, ആ ഒരു മോഡൽ. അത് പെർസെൻറ്റേജ് പല പാർട്ട്നേഴ്സിനും പല കസ്റ്റമേഴ്സിനും ഡിഫറെൻ്റ് ആണ്, വോളിയം അനുസരിച്ച്. കാരണം ജെനസിസ് എന്റർപ്രൈസ് നേരത്തെ ചോദിച്ചാലോ, ജെനസിസ് ചെറിയ ബിസിനസ് SMBs മുതൽ എന്റർപ്രൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരെ കേസിൽ വെറും 10 ഏജന്റ് അല്ലെങ്കിൽ 6 ഏജന്റുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ലൈക്ക് നമ്മളപ്പോൾ അമാന, ടൊയോട്ട അങ്ങനത്തെ ചെറിയ കമ്പനീസ്, ഇന്ത്യയിലല്ല മിഡിൽ ഈസ്റ്റിൽ അങ്ങനത്തെ കമ്പനീസും ഉണ്ട്. വലിയ വലിയ ബാങ്ക്സ് മോർ ദാൻ 2000 കൺകറന്റ് ഏജന്റ്സ്. കൺകറന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷിഫ്റ്റിൽ അറ്റ് എ ടൈം 2000 ആൾക്കാർ വർക്ക് ചെയ്യും. അപ്പോൾ 6000+ ആൾക്കാർ അവർക്ക്. ഈ പാർട്ട്നേഴ്സിനെ റീസെല്ലറിന് വിളിക്കാൻ പറ്റുമോ? റീസെല്ലർ എന്ന് വിളിക്കാം. റീസെല്ലർ മോഡൽ എല്ലാ പ്രൊഡക്റ്റിനും വർക്ക്ഔട്ട് ആവോ, ഓർ ഇസ് ദർ എ വേ ഓഫ് വർക്കിംഗ് ഇറ്റ് ഔട്ട്? ഇതുപോലത്തെ ഹൈ ടെക് ഇന്റൻസീവ് അല്ലെങ്കിൽ ടെക് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് റീസെല്ലർ മോഡൽ വിൽ വർക്ക് ബെറ്റർ. കാരണം ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ പോരാ, അവിടെ പിന്നെ സപ്പോർട്ട് കൊടുക്കണം, ഞങ്ങൾക്ക് സർവേ ആഡ് ചെയ്യണം. അപ്പൊ കസ്റ്റമേഴ്സിന് അതൊന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. കസ്റ്റമറിന്
ഇതൊക്കെ എന്ത് സർവേ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ ടീമിൽ ചെയ്ത് കൊടുക്കണം? ഞങ്ങൾ ചെയ്ത് കൊടുക്കണ്ട, പാർട്ട്ണർ Partners ചെയ്ത് അവർക്ക് പ്ലാറ്റ്ഫോം ഗൂഗിൾ ഫോംസ് പോലെ ഒരു സർവേ ഉണ്ടാക്കാൻ അത്രയും സിമ്പിൾ ആണ്. ഓക്കെ. പക്ഷേ ദേ ആർ പേയിങ് ഫോർ സം സർവീസ്, അത് who gets paid? So reseller gets paid or you get paid? റീസെല്ലർ ഗെറ്റ്സ് പെയ്ഡ്. Oh, so they can quote a bigger price, യാ, not just the percentage, also extra അവർക്ക് സർവീസസിന് അതിന് ടെർമിനോളജി PS അല്ലെങ്കിൽ പ്രൊഫഷണൽ സർവീസ് എന്നുള്ള രീതിയിലാണ് പറയാം. Okay. അപ്പൊ അവിടെ തന്നെ ചിലപ്പോൾ അവർക്ക് കസ്റ്റമൈസേഷൻ, കാരണം എല്ലാവരും യൂസ് കേസസും ഡിഫറെന്റ് ആയിരിക്കും. അവർക്ക് കസ്റ്റം APIസും കസ്റ്റമൈസേഷൻ ഒക്കെ വേണ്ടി വരും. Okay. അപ്പോൾ അവർ പാർട്ട്ണറിനെ കോൺടാക്ട് ചെയ്യും. ഞങ്ങളെ പബ്ലിക് API വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ അവർ തന്നെ ചെയ്യും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് റീച്ച് ഔട്ട് ചെയ്യും, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമെന്നുള്ളത്. റീസെല്ലേഴ്സ് എല്ലാ അവര് ഇന്ന നീഷിലുള്ള പ്രൊഡക്റ്റ് മാത്രമാണോ ഒരു റീസെല് ചെയ്യോ, അല്ലെങ്കിൽ ബ്രോഡ്ലി ഓപ്പൺ ടു ആണോ റീസെല്ലറുടെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ? പലതരം റീസെല്ലേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ട്ണർ, ഞാൻ വീണ്ടും പാർട്ട്നേഴ്സ് എന്നുള്ള ടെർമിനോളജിയാണ് ജെനസിസിൽ യൂസ് ചെയ്യുന്നത്. പാർട്ട്നേഴ്സ് ഇപ്പോൾ TCS, Accenture, ഇതൊക്കെ ജെനസിസ് സെല് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ. ഇവര് ജെനസിസ് മാത്രമല്ല സെല് ചെയ്യുന്ന, മൈക്രോസോഫ്റ്റിന്റെ പ്രോഡക്റ്റ്, SAP, സെയിൽസ്ഫോഴ്സ് എല്ലാം സെല് ചെയ്യുന്ന കമ്പനീസ്, അല്ലെങ്കിൽ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ് ആണ്. പക്ഷേ ഇപ്പൊ നമ്മളെ കൊളംബിയയിലെ ഞങ്ങളെ പാർട്ട്ണർ അവര് ജെനസിസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന കമ്പനിയാണ്. സിസ്കോക്കും അവായക്കും ഇതിനൊക്കെ ഇതുപോലത്തെ പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ ഈ കമ്പനി ജെനസിസ് ഫോക്കസ് ചെയ്യുന്ന, അപ്പൊ ജെനസിസിന് തന്നെ ഓരോ ടിയേഴ്സ് ഉണ്ട്, ലൈക്ക് പ്ലാറ്റിനം പാർട്ട്ണർ, ഗോൾഡ് പാർട്ട്ണർ, അവരെ വോളിയം അനുസരിച്ച്. ഇവരെ അതിലെ ഏറ്റവും ഹൈ പ്ലാറ്റിനം ലെവലിലുള്ള പാർട്ട്ണറാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവരായിട്ടുള്ള റിലേഷൻ ബിൽഡ് ചെയ്ത്. ഇവരായിട്ട് ഇപ്പോൾ US-ലേക്കൊക്കെ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ഇന്റർനാഷണൽ മിഡിൽ ഈസ്റ്റിന്റെ പുറമെ ഫസ്റ്റ് ഇന്റർനാഷണൽ വിസിറ്റ് ചെയ്ത് മെക്സിക്കോ ആണ്. ഓക്കെ. മെക്സിക്കോയിൽ ജെനസിസിന് G-Summit എന്നുള്ള പ്രോഗ്രാം ഉണ്ട്, ആനുവൽ അവരൊരു കോൺഫറൻസ് പോലെയാണ്. അത് റീജിയൻ സ്പെസിഫിക് പ്രോഗ്രാംസ് ആണ്. അപ്പം ഞങ്ങൾ മാർക്കറ്റ് ലാറ്റം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒരു സ്പോൺസർഷിപ്പ് ചെയ്തു. ലൈക്ക് ആ പ്രോഗ്രാമിൽ ഞങ്ങളെ ബ്രാൻഡും കാര്യങ്ങളും. അതിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ $5,000 എന്തോ ആണ്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റിലേക്കാണ് കണ്ടതും അറിഞ്ഞതും ചെയ്തതും. അപ്പൊ നമുക്ക് ലൈക്ക് സിൽവർ പാർട്ട്ണർഷിപ്പ്, നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യാന്നുള്ളതേ കിട്ടിയിട്ടുള്ളൂ, ബൂത്ത് ഒന്നും കിട്ടിയില്ല. പക്ഷെ അവിടെ ഞങ്ങളെ മെയിൻ പേർപ്പസ് അതല്ലായിരുന്നു. ഇത്രയും കാലം നല്ല രീതിയിൽ വാട്സാപ്പിൽ സംസാരിക്കുന്ന ആൾക്കാരോട് നേരിട്ട് കാണാനും സംസാരിക്കാനും. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ആൾക്കാരൊക്കെ ഇൻ പേഴ്സൺ കണ്ടു. അപ്പൊ അവരായിട്ട് ലൈക്ക് അവിടെ കുറച്ചുകൂടി കൂടുതൽ ബോണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റി. അവരെ പിന്നെ ഇംപ്ലിമെന്റേഷനിലെ അന്ന് ഞങ്ങൾ തുടങ്ങിയത് അവരെ സ്റ്റാർട്ടിങ്ങിലാണ് ഞങ്ങൾ അവരായിട്ട് പാർട്ട്ണർ ആയത്. ഇപ്പൊ അവിടുത്തെ വലിയ പ്ലെയർ ആണ് അവര്. ഇപ്പൊ അവിടെ ലീഡർഷിപ്പിലൊക്കെ ഉള്ള ആൾക്കാർ അന്ന് ലൈക്ക് ഓരോ ആക്ടിവിറ്റീസും സ്വന്തം ക്ലയൻസിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അവർ തന്നെ ചെയ്യുന്ന ആൾക്കാർ. അവരായിട്ടൊക്കെ ഇരുന്നു, ലൈക്ക് അവര് ഫുഡ് കഴിക്കാനൊക്കെ കൊണ്ടുപോയി അങ്ങനെ സംസാരിച്ച് ഡീപ്പ് റിലേഷൻ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കുറെ കമ്പനീസ് ഉണ്ടാവും കേരളത്തിൽ, ഇങ്ങനത്തെ ഒരു കോൺഫറൻസുകളോ ഇന്റർനാഷണൽ ഇവന്റ്സിലോ എക്സ്പോസ് കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ ഇനി ഹെൽപ്പ് ഫ്രം ദ കേരള ഗവൺമെന്റ് ഓർ എനിത്തിങ്? സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു പ്രോഗ്രാം ഉണ്ട്, ലൈക്ക് അവരുടെ ട്രാവൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഞാനത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഞാനത് അറിഞ്ഞത് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞ ഷെമീലിന്റെ പോഡ്കാസ്റ്റിലാണ് ഞാൻ സംഭവം ഉണ്ട്. ഓരോ കൊല്ലം എന്തോ ലിമിറ്റ് ഉണ്ട്. പക്ഷെ അത് ഫോർ എ കമ്പനി പെർസ്പെക്റ്റീവ് നല്ല ROI ആണ്, എന്തായാലും നല്ലൊരു ROI ആണ്. പക്ഷെ നേരെ പ്രൊഡക്റ്റ് സെയിൽസിലേക്കല്ല ROI കാണുക. ഞാൻ മെക്സിക്കോ ചെയ്തു, അതിനുശേഷം ചെയ്തത് ആംസ്റ്റർഡാം ആണ്, നെതർലാൻഡ്സിലാണ്. ഞാൻ പറയാം യൂറോപ്പ് മാർക്കറ്റ് വളരെ ഡിഫറെന്റ് ആണ്. അവിടെ നമുക്ക് നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ ബൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 10,000 മേലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ സെയിൽസ് ഒന്നും ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു മാർക്കറ്റ് വളരെ ഡിഫറെന്റ്. ഞങ്ങളും എക്സ്പ്ലോർ ചെയ്യണം എന്തുകൊണ്ട് എന്നുള്ളത്. അവിടെ ആൾക്കാർ വന്നു, ലീഡ്സ് വന്നു. പക്ഷെ പിന്നീട് നമുക്ക് യൂറോപ്പിൽ ഫേസ് ഇല്ലാത്ത കമ്പനിയാണ്. പിന്നെ കംപ്ലയൻസസ് കാര്യങ്ങൾ സ്ട്രോങ് ആണ്. അവിടുത്തെ സെയിൽസ് സൈക്കിൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്റ്റൈലാണ്. ഞാൻ ഇപ്പോൾ അടുത്ത് ഷമീലിനോടും ഇവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായത്, നമ്മൾ ഇങ്ങനെ ഇവന്റ്സിന് ഒരു 2-3 ഡേയ്സിന് പോയിട്ട് കാര്യമില്ല, അവിടെ ഒരു 1 month 2 month നിൽക്കണം. എന്നാലാണ് ആ ഒരു മാർക്കറ്റിൽ നമ്മൾ ഒരു നോൺ ആവല്ലോ, ചായ കുടിക്കാൻ പോലും ഇത് പറഞ്ഞ ഇന്ററാക്ഷൻസും. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക്? അത് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ റിലേഷൻ ഈവൻ യൂറോപ്പിൽ ആ റിലേഷൻ ബിൽഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇന്നലെ കണ്ട ഒരാളോട് ചായ കുടിക്കാൻ പോകുന്ന ചാൻസ് വളരെ കുറവായിരിക്കും. പ്രോഗ്രാമിൽ അവർ വളരെ സോഷ്യലാണ്, പക്ഷെ അതിന് അവർ വർക്ക് ലൈഫ് ബാലൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണും. 5 മണിക്ക് ശേഷം വർക്ക് ചെയ്യില്ല, അങ്ങനത്തെ ഒരു നേച്ചറാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡിഫറെന്റ് സിനാരിയോസ് ഉണ്ടാവാം. US-ലാണ് പിന്നെ ലാസ്റ്റ് പ്രോഗ്രാമിന് പോയത്. US-ല് പിന്നെ ഡെൻവർ, കൊളറാഡോയിലായിരുന്നു പ്രോഗ്രാം. അവിടെ ജെനസിസിന്റെ ആനുവൽ ഫ്ലാഗ്ഷിപ്പ് ഇവന്റ്, ജെനസിസ് എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഇവന്റ്. അപ്പൊ അവിടെ ഞങ്ങൾ ഇതേപോലെ സ്പോൺസർഷിപ്പ് ചെയ്തു ബൂത്ത്. ഇവിടെ എനിക്ക് കോസ്റ്റ് വന്ന അറൌണ്ട് $15,000 അടുത്ത് കോസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അഗെയിൻ സെയിൽസ് ആയിട്ട് ക്ലോസ് ആയിട്ടില്ല, പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, സെയിൽസ് ടീം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് കുറെ മീനിങ് ഫുൾ കണക്ഷൻസ് ഈവൻ ഇൻസൈഡ് ജെനസിസ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു. ജെനസിസിന്റെ ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ
നമ്മളെ കുറേ ബൂത്തുകളൊക്കെ ഉള്ള ഒരു ഹാളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ വിളിച്ചു വരുത്തി, പിന്നെ നമ്മളെ കൊളീഗ് വിളിച്ചു വരുത്തി. അങ്ങനെ ഒരു ഫ്രഞ്ചുകാരനാണ്, മഹസി അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. അവന് കുറച്ച് ഫ്രഞ്ച് അറിയാം. അവന് ബൂത്തിലേക്ക് എത്തിച്ചു. അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു ജെനസിസ് ഈ ഫീച്ചറിനെ പറ്റി, എന്താണ് ജെനസിസിന്റെ പിന്നെ ലൈക്ക് ലോങ് ടേം വിഷനും കാര്യങ്ങളൊക്കെ, അവരെ സ്ട്രാറ്റജി ഒക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ അവർക്ക് പ്രൊഡക്റ്റ് ഒക്കെ കാണിച്ചു കൊടുത്താൽ അവർക്ക് ലൈക്ക് നല്ല പ്രൊഡക്റ്റാണ്, ഇഷ്ടമായി എന്നുള്ള രീതിയിലൊക്കെ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ ജെനസിസിലെ കുറേ സെയിൽസിന്റെ ആൾക്കാരെ കണ്ടു. അവിടുത്തെ കുറച്ച് പാർട്ട്നേഴ്സിനെ അങ്ങനെ സംസാരിച്ച് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒരു പാർട്ട്ണർ ഉണ്ട്, മുജീബ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റീസെന്റ് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. KPH ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അവർ ജെനസിസ് പാർട്ട്ണറാണ് അവിടെ, പിന്നെ US മലയാളിയാണ്. ഓ നൈസ്. ഓക്കെ, ആക്ച്വലി മലയാളികൾ എല്ലാവരും ഉണ്ടായിരുന്നോ ഈ പാർട്ട്നേഴ്സിൽ? ഈ പറഞ്ഞ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം പോകുമ്പോൾ എല്ലാവരും ഓരോ മലയാളീസ് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മലയാളി കണ്ടത് US. അവരെ കണ്ടത് ആക്ച്വലി ഇനീഷ്യലി കോൺടാക്ട് ചെയ്ത് നമ്മളെ UAE ജൈറ്റെക്സിനും ജെനസിസിനും അവിടെ വലിയ ബൂത്ത് ഉണ്ടാവും. ഓക്കെ, അവിടെ നിന്നാണ് ഞങ്ങൾ ഇനീഷ്യലി കണ്ടത്. ഈവൻറ്റ്സ് ശരിക്കും നെസസറി ആണ്. ഇവന്റ്സ് നെസസറി ആണ്, പക്ഷേ യു ഷുഡ് നോട്ട് അതിന്റെ ഡയറക്റ്റ് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. $15,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ കിട്ടുന്ന പ്രതീക്ഷിച്ച് പോകരുത്. ROI വെച്ചിട്ട് പോരുത്. അതിനെ ഡയറക്റ്റ് കോറിലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ ഔട്ട്കം നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കാം. റൈറ്റ്, ഇൻട്രസ്റ്റിംഗ്. നമ്മൾ കോവിഡ് സമയത്ത് നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തായിരുന്നു. ടേക്ക് മൈ ഓർഡർ എന്നാണ് കമ്പനി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരുന്നു. അത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. സോ വാട്ട് വാസ് ദാറ്റ്? ഓക്കെ, ഞങ്ങൾ പിന്നെ കോവിഡിന്റെ മുന്നേ കോഴിക്കോട് ഒരു ടീം വന്നിട്ട് വളരെ ചെറിയ, നമ്മളെ സർവീസ് കമ്പനി ആയ സ്റ്റേജാണ്, വളരെ ചെറിയ ബഡ്ജറ്റിൽ, ലൈക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 15,000 എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ റിക്വയർമെന്റ് ആയിട്ട് വന്നു. അവരുടെ പേർപ്പസ് ഇത്ര ഉള്ളായിരുന്നു, ചിക്കൻ ബിരിയാണി സെല് ചെയ്യുക, ഡെലിവറി, ജസ്റ്റ് കോവിഡിന്റെ തൊട്ട് മുന്നേ. അപ്പം ഞങ്ങൾ ഓക്കെ, നമ്മൾ അങ്ങനെയാണ് ബഡ്ജറ്റ് പറയാം, അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പറയാം. അപ്പം നമ്മളൊരു 2 പേജ് ആപ്പ് ഉണ്ടാക്കി കൊടുത്തു. ബിരിയാണി ലിസ്റ്റ് ചെയ്യുന്നു, കാട്ടുന്നൊന്നുമില്ല, ക്വാണ്ടിറ്റി അടിക്കുന്നു, പേയ്മെന്റ് വാങ്ങുന്നു, അങ്ങനെ ഒരു സംഭവം ചെയ്തു കൊടുത്തു. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. കോവിഡ് വന്നപ്പോൾ ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യും, ബിസിനസ് എങ്ങനെ നടത്തും എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പം ഞങ്ങളൊരു ഒരു M-സേവ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ ഒരു സംഭവം പബ്ലിക്കിന് ഫ്രീ ആയിട്ട് കൊടുത്തു. ലൈക്ക് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ ഷോപ്പോ അല്ലെങ്കിൽ ബിസിനസ്സിനോ ഓൺലൈനായിട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ. അപ്പോൾ അന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ആ ഒരു കോവിഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാരത് ഷെയർ ചെയ്ത് ഒരു അത്യാവശ്യം 20-30 ആൾക്കാരോളം ഓൺ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അവർക്ക് നമ്മൾ കാര്യങ്ങൾ സൊല്യൂഷൻ കൊടുത്തു. പക്ഷേ ആരും അങ്ങനെ വല്ലാണ്ട് യൂട്ടിലൈസ് ഒന്നും ചെയ്തു തുടങ്ങിയില്ല. പക്ഷേ ഇതേ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഫീഡ്ബാക്കിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് വേറെ പ്രൊഡക്റ്റ് വേണം എന്നുള്ള ആഗ്രഹം, ലൈക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ടൈമിൽ സ്വിഗ്ഗി ഇവിടെ കോഴിക്കോടൊക്കെ ആക്റ്റീവായി. ഞങ്ങൾ സ്ഥിരം ഫുഡ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് ലിറ്റിൽ സ്പൈസ്, അവിടെ നമുക്ക് എന്താ നമ്മളൊരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലായിരുന്നു നമ്മളവിടെ പറ്റുവെക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും പോയി കഴിക്കുന്നത്. അപ്പം അവിടെ സംസാരിച്ചു, സ്വിഗ്ഗി സൊമാറ്റോ അവർക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരൊക്കെ പ്രശ്നം സ്വിഗ്ഗി സൊമാറ്റോ ഹൈ കമ്മീഷൻ 30%, 20%. അതപ്പോൾ നമ്മളൊരു ചിക്കൻ ബിരിയാണി വാങ്ങുകയാണെങ്കിൽ 100 രൂപയുടെ ബിരിയാണി ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ബിരിയാണി സ്വിഗ്ഗിയിൽ നമ്മൾ വാങ്ങുമ്പോൾ 130 ആയിരിക്കും, പ്ലസ് ഡെലിവറി ചാർജ്. അപ്പോൾ ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായാൽ നിങ്ങൾ റെഡി ആവുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഇനീഷ്യലി അത് പറയുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ടേക്ക് മൈ ഓർഡർ, എൻ്റെ ഓർഡർ എടുക്കൂ എന്നുള്ള രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം ആക്കി ഞങ്ങൾ ജസ്റ്റ് പ്രോഡക്റ്റ് ഹാൻഡിൽ ഒന്ന് അനൗൺസ് ചെയ്തു, ഗ്രൂപ്പിൽ ഇട്ടു. അവിടുന്ന് ഇതേപോലെ ഷെയർ ചെയ്തിട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി ലീഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റ് ഇപ്പോൾ ആക്റ്റീവ് അല്ല, കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ലൈക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നമ്മളൊരു 40-50 lakh വർത്ത് ഓഫ് എഫേർട്ട് ഞങ്ങൾ അതിൽ ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും, ഇഫ് വി വർ ഡൂയിങ് സർവീസ് എന്നുള്ള. പക്ഷെ ഒരു 3 lakh to 4 lakh ഒക്കെ നമ്മൾ അതിന് ചിലപ്പോൾ ഏൺ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇതുപോലെ പല ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ നമ്മൾ പലതും എക്സ്പെരിമെന്റ് ചെയ്യുമല്ലോ. ഞാൻ ലൈക്ക് 10th കഴിഞ്ഞ +2 ആ സ്റ്റേജിൽ ഞാനൊരു GSM അറിയാനൊക്കെ അറിയില്ലേ, ഫോണിന്റെ റിവ്യൂ കാര്യങ്ങളും അതുപോലെ ഫോണിന്റെ സ്പെക്സും അതുപോലെ വെഹിക്കിളിനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബാനോട്ടോസ് എന്നാണ് പേരിട്ടത്. പക്ഷെ അത് ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ല ആ ടൈമിൽ. അതിന്റെ ലൈക്ക് ഒരു ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും കാരണം അതും ലോഞ്ച് അല്ലെങ്കിൽ പബ്ലിക്കിൽ എത്തിയില്ല. അത് ടേക്ക് മൈ ഓർഡർ എന്നുള്ള ഫെയിലിയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ടാം അല്ലെങ്കിൽ ടാർഗറ്റ് അഡ്രസബിൾ മാർക്കറ്റ് വലുതാന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ട്. നമ്മൾ അത്രയും റെസ്റ്റോറൻറ്റ്സിനോടും നേരിട്ട് സംസാരിച്ച് അവർക്ക് പ്രൊഡക്റ്റ് എല്ലാവരും ഓൺ ബോർഡ് ചെയ്യും, പൈസ തരും.
പക്ഷെ കുഴപ്പം എന്താ വെച്ചാൽ അവർ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യില്ല. അവർക്ക് അതിന് വേണ്ടി ഓർഡർ കിട്ടാൻ വേണ്ടി they have to market They it. have to market themselves. ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് Yeah. അവിടെ അത് അങ്ങനെ ഡെഡ് ആയി പോയി. ഉം. നമുക്കത് മാർക്കറ്റ് ഫിറ്റ് കണ്ടെത്താൻ കഴിയില്ല. മനസ്സിലായി. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരു സങ്ക് കോസ്റ്റ് ഉണ്ടാവുമല്ലോ, നിങ്ങൾ അതെ. വെദർ ടു കണ്ടിന്യൂ ഓർ നോട്ട്, അതങ്ങനെ ചിന്തിക്കാൻ കഴിയാ, ലൈക്ക് വെദർ വി ഷുഡ് കുറെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇത് വർക്ക് ആവുന്ന ഒരു കസ്റ്റമറെ കണ്ടെത്തി. ഇതിന്റെ കറക്റ്റ് റൈറ്റ് ഓഡിയൻസ്. സ്യൂഗർ എന്നുള്ള ഒരു ബ്രാൻഡ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഷുഗർ ഫ്രീ കേക്ക് പേസ്ട്രീസ് ഒക്കെ അവരിപ്പോൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് കോഴിക്കോടും പിന്നെ കൊച്ചി ബാംഗ്ലൂരൊക്കെ ഉണ്ട്. അപ്പൊ അവരാണ് ഞങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ഓഡിയൻസ് ആയിട്ടുള്ള കസ്റ്റമറെ കിട്ടി. മൂപ്പര് അതിന്റെ ഫൗണ്ടർ ജാവേദ് ഖാൻ വിളിക്കുക. ഈസ് ലൈക്ക് IIM MBA അങ്ങനെയൊക്കെയാണ്. അപ്പൊ മൂപ്പർക്ക് പിന്നെ വെക്കൻസിയിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ നമ്മളെല്ലാ ഏത് കേസിലും നമ്മളെ കസ്റ്റമേഴ്സാണ് ഞങ്ങളെ ലൈക്ക് പഠിപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ. അപ്പോൾ മൂപ്പർക്ക് ഇത് എന്തുകൊണ്ട് വർക്ക് ആവുന്നു എന്നുള്ളത് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. കാരണം എങ്ങനെ മൂപ്പർക്ക് എന്ന് പറഞ്ഞ കേക്ക് അല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ ഓക്കെയാണ്. 1 hour 2 hour ആയാലും കുഴപ്പമില്ല. പിന്നെ ഇത് വളരെ നിശ്ചായിട്ടുള്ള പ്രൊഡക്റ്റാണ്. കേക്ക് ജനറിക് ഓർഡറാണ്. സ്വിഗ്ഗിയിൽ സൊമാറ്റോയിൽ ആർക്കും വേണമെങ്കിലും സെല് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു കേക്കാണ് സെലക്ട് ചെയ്യുക. സ്വിഗ്ഗിയിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൈസും ടേസ്റ്റും നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡ് പ്രിഫർ. പക്ഷെ ഷുഗർ ഫ്രീ കേക്ക് നോക്കുന്നത് വളരെ ഫോക്കസ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. അവർക്ക് സ്വന്തം ബ്രാൻഡിൽ ആപ്പ് തുടങ്ങി കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഇതുപോലത്തെ കസ്റ്റമേഴ്സ് വളരെ നമ്മൾ ടൈം അവിടെ അത്രയും കുറഞ്ഞു. ഇതുപോലത്തെ കസ്റ്റമേഴ്സ് നമ്മൾ സെല് ചെയ്യുന്ന പ്രൈസ് ഇതൊരു പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഒരു സെൻസുള്ള ബിസിനസ് ആക്കണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കസ്റ്റമേഴ്സിന് വിൽക്കണം. ഞങ്ങൾ ഇനീഷ്യലി സെറ്റ് ചെയ്ത പ്രൈസിന് ഇത് വിൽക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനിടുന്ന എഫേർട്ടിനെക്കാട്ടും പൈസ നമ്മളപ്പുറത്ത് ഫീഡ്ബാക്കിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഓക്കെ ലെറ്റ് സ്റ്റോപ്പ് ദിസ്. അവരെ സപ്പോർട്ട് ചെയ്യുക, ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യാന്നുള്ള. ഗെയിമിംഗിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഞങ്ങള് പിന്നെ ഗെയിം ഡെവലപ്മെന്റ് ആയിട്ടാണ് ആഗ്രഹം വെച്ചിട്ടാണ് തുടങ്ങിയത് കമ്പനി. ഇപ്പോൾ ഞങ്ങളെ ഒരു കോഫൗണ്ടർ അവരെ പാഷനറ്റ് ആയതുകൊണ്ട് തന്നെ ദേ സ്റ്റാർട്ടഡ് എ കമ്മ്യൂണിറ്റി ഫസ്റ്റ്, ഒരു ഗെയിം ഡെവ് എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ യൂണിറ്റി ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ഇട്ടു. അവരൊരു ഓഡിയൻസ് ബിൽഡ് ചെയ്ത് ലൈക്ക് പാട്രിയോണിലുള്ള ഒരു കമ്മ്യൂണിറ്റി മോർ ദാൻ $1,500-2,000 അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൊടുക്കുന്നുണ്ട്, ഈ വീഡിയോസ് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഓഡിയൻസ് കണ്ടപ്പം he brought that into Fantacode's core business. അവിടെ പിന്നെ ഞങ്ങൾ യൂണിറ്റിയിലെ അസറ്റ്സും അതുപോലെ യുഡെമിയിലെ ഗെയിം ഡെവലപ്മെന്റ് കോഴ്സസും ചെയ്തിട്ട് ഇടുന്നുണ്ട്. യൂണിറ്റിക്കും ഇതുപോലെ ഒരു ഷോപ്പിഫൈ ഒക്കെ പറഞ്ഞ പോലെ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, അസറ്റ് സ്റ്റോർ എന്ന് പറയും. അവിടെ ഞങ്ങൾ ഗെയിം ഡെവലപ്പേഴ്സിന്റെ ലൈഫ് ഈസിയർ ആക്കാനുള്ള ചെറിയ ചെറിയ ടൂൾസുകൾ നമ്മൾ ബിൽഡ് ചെയ്തിടുന്നുണ്ട്. അപ്പൊ അതും ഒരു വേറെ രീതിയിൽ റവന്യൂ കൊണ്ടുവരുന്ന ഒരു. ഇപ്പൊ നിങ്ങളുടെ ടീം, ഹൗ ബിഗ് ഇസ് യുവർ ടീം? എങ്ങനെയാണ് ഓരോ ടാലൻസും ഓൺ ബോർഡ് ആയത്? പിന്നെ ഐ തിങ്ക് ഈ എക്സ്പെരിമെന്റ്സിന് R&Dക്ക് വേണ്ടി ഒരു സൈഡ് വെക്കുന്നത് നന്നായിരിക്കും. ലൈക്ക് മൈറ്റ് ബി ദ ഫ്യൂച്ചറിൽ ഇതായിരിക്കാം ഒരു ബിഗ് റവന്യൂ ചാനൽ ആസ് വെൽ. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ, ഹൗ ഡു യു ഫോം എ ടീം ആൻഡ് ബിൽഡ് എ ടീം കൾച്ചർ? ഓക്കെ, കറന്റ്ലി വി ആർ അറൌണ്ട് 20 people. ഇനീഷ്യൽ ടീം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോളേജിലുള്ള ഫ്രണ്ട്സ് തന്നെ. ഞങ്ങൾ ഹാക്കത്തോണിന് പോയ അതേ ടീം തന്നെയാണ് അല്ല ഇനീഷ്യൽ കോർ ടീം മെമ്പേഴ്സ്. ഓവർ ദ പീരീഡ് ഞങ്ങൾ 2017 തുടങ്ങിയപ്പം ക്ലാസ്മേറ്റ്സ് തന്നെ കുറച്ച് ആൾക്കാർ പിന്നെ കുറച്ച് 5-6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങളെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേജിലൊന്നും ഞങ്ങൾ പിന്നെ ലൈക്ക് ഫുൾ സ്കിൽസ് അല്ലെങ്കിൽ റെസ്യൂമും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല, നമ്മളാ ഒരു കൾച്ചർ ഫിറ്റ് നോക്കിയിട്ടാണ് നമ്മളെ ടീമിൽ വർക്ക് ആവൂ, പിന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ച് അവരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തിട്ട് നമ്മളൊരു രീതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നായിരുന്നു നോക്കിയിരുന്നത്. ലക്കിലി they are still with us. Like നമ്മളെ എത്ര കൊല്ലമായി? we almost 7 years ആയി. നമ്മൾ ലീഗലി 2017 ഞങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തത്, 24. സോ 7 years ആയി നമ്മൾ ലീഗലി ഈ ബിസിനസ് തുടങ്ങിയിട്ട്. അതിന്റെ 2 കൊല്ലം മുന്നൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് കോളേജിലായിരുന്നപ്പം ഒരു സൈഡ് റവന്യൂ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഓൾ ടീം മെമ്പേഴ്സ് ആർ സ്റ്റിൽ വിത്ത് us. റിമോട്ട് ആണോ അല്ലെങ്കിൽ ഓഫീസ് ഉണ്ടോ? നമ്മൾ ഓഫീസ് ഉണ്ട് ഇവിടെ കോഴിക്കോട് സൈബർ പാർക്കിലാണ് ഞങ്ങൾ ഓഫീസ് വരുന്നത്. പിന്നീട് ഞങ്ങൾ ഹയർ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പിന്നെ പബ്ലിക് പോസ്റ്റ് ഇടും, ഒരു ബ്ലോഗ് പോസ്റ്റ്. ഞങ്ങൾ ഇങ്ങനത്തെ റോൾസിൽ നോക്കുന്നുണ്ട്, എന്നിട്ട് എന്തെങ്കിലും ഒരു ടാസ്ക് പോലെ അവിടെ പബ്ലിഷ് ചെയ്യും. ഇന്ന ടാസ്ക്. കാരണം നമ്മളെ നാട്ടിൽ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്, BTech BCA ഒക്കെ പഠിക്കുന്നുണ്ട്, പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് ഒരു ലീനിയർ സെർച്ച് ചെയ്യാൻ പോലും അറിയില്ല നമ്മളെ ഹയറിങ്ങിന് വരുമ്പോൾ. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കും. ആ ടാസ്ക് സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ വീണ്ടും നമ്മളൊരു ഫോം കൊടുക്കും, അവരുടെ ഡ്രീം, അവരുടെ വിഷൻ കാര്യങ്ങളൊക്കെ അവർ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. HR റൗണ്ടും നമ്മൾ ഒരു ഫോം ഗൂഗിൾ ഫോം വഴി നടത്തും.
അത് കഴിഞ്ഞാൽ അതൊന്നും ഷോർട്ട് ലിസ്റ്റ് അവരെ എഴുത്തും കാര്യങ്ങളൊക്കെ കണ്ട് ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞത് ChatGPT ഒക്കെ വരുന്നതിന്റെ മുന്നേ കേട്ടോ. ഇപ്പൊ അതും ആൾക്കാരെ ChatGPT വെച്ചിട്ട് ചെയ്യും എന്തായാലും. ഞാൻ ചോദിക്കാൻ വരായിരുന്നു ഫുൾ ChatGPT ചെയ്തു ആൾക്കാർ. അതെ. ഇപ്പൊ അതിനുശേഷം അവര് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് പ്രോപ്പർ ടെക്നിക്കൽ ഇന്റർവ്യൂ നടത്തും, നമ്മൾ ടെക് ടീം നടത്തും. എന്നിട്ട് ലാസ്റ്റ് ഒരു മാനേജ്മെന്റ് റൗണ്ട് ഉണ്ടാവും. അതിൽ ഞാൻ അവരോട് ലൈക്ക് ഒരു 1.5 hour നമ്മൾ ഇതുപോലെ കാഷ്വൽ ആയിട്ട് സംസാരിക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു കൾച്ചർ, നമ്മളൊരു വൈബ് ഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഹയർ ചെയ്യും. അവർ ചിലപ്പം ലൈക്ക് വെരി ലൈക്ക് എക്സ്പേർട്ട് ഡെവലപ്പേഴ്സോ പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ ഓൾമോസ്റ്റ് 90% നമ്മൾ അങ്ങനെ ഹയർ ചെയ്ത ആൾക്കാരും 10% ഫെയിലിയേഴ്സ് ഉണ്ട്, പക്ഷെ 90% സക്സസ് ആണ്. നല്ല ക്വാളിറ്റി ആൾക്കാരെ ലൈക്ക് ലോയൽ ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ എത്ര ഡെവലപ്പേഴ്സ് ഉണ്ട് എങ്ങനെയാണ് ടീമിന്റെ? അതിൽ ഫാൻഡാക്കോന്റെ ഫീഡ്ബാക്ക് എന്നുള്ള ഒരു ഏരിയയിൽ നമ്മൾ അറൌണ്ട് 12 members ആണ് ഉള്ളത്. മാത്രം വർക്ക് ചെയ്യുന്ന ലൈക്ക് അതിൽ പാർട്ട് ടൈം കോൺട്രിബ്യൂട്ടേഴ്സും ഉണ്ട്. പിന്നെ അറൌണ്ട് 4 ആൾക്കാർ ഈ സ്റ്റുഡിയോസ്, ഫാൻഡാക്കോട്ട് സ്റ്റുഡിയോസ് എന്നുള്ള ഗെയിം ഡെവലപ്മെന്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈക്ക് നമ്മളെ ഓപ്പറേഷൻസ് ആണ്, നമ്മളെ അക്കൗണ്ട്സ് കാര്യങ്ങൾ. ഞാനും ഒരു പിന്നെ എന്നെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ആളും ഉണ്ട്. പിന്നെ ഒരു സെയിൽസ്, നമ്മൾ റീസെന്റ് ഒരു സെയിൽസിന് ഒരാളെ ഹയർ ചെയ്തു. അതും പ്രൊഡക്റ്റ് ഹണ്ട് കമ്മ്യൂണിറ്റി വഴിയാണ് വന്നത്. നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഗ്രൂപ്പിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞാൻ അവർ റീച്ച് ഔട്ട് ചെയ്തു. നല്ല ക്വാളിറ്റി ടാലൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നല്ല ടാലൻസ് ആണ്. അവര് എല്ലാവരും ഒരു ഫൗണ്ടർ പാഷൻ ഉള്ള ടാലൻസ് ആണ്. ഇപ്പൊ ഞാൻ റീസെന്റ് വേറൊരാളെ ഹയർ ചെയ്തു. അത് നാട്ടുകാരനാണ്, പക്ഷെ ഹി എൻഡഡ് അപ്പ് ലൈക്ക് ഹി വാസ് ദേർ ഓൾറെഡി ഇൻ അവർ കമ്മ്യൂണിറ്റി. അപ്പം അവിടെ ആക്റ്റീവ് ആണ്. അപ്പൊ അതുപോലത്തെ കുട്ടികൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വളരെ ഉഷാറായിട്ട് ഉണ്ട്. നിങ്ങളിപ്പോ പുതിയ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇത് ബുക്സ് വായിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പോഡ്കാസ്റ്റും ഇതൊക്കെ കേൾക്കുന്ന കൂട്ടത്തിലാണോ? അങ്ങനെ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും സ്ട്രക്ചേർഡ് വേയിലല്ല. പോഡ്കാസ്റ്റ് റാൻഡം ആൾക്കാർ സജസ്റ്റ് ചെയ്യുമ്പോൾ കേൾക്കാറുണ്ട്. പിന്നെ ബുക്സ് വായിക്കാൻ ശ്രമിക്കും, പക്ഷെ അതൊന്നും ഫുള്ളാക്കാൻ കഴിയാറില്ല. പിന്നെ ലൈക്ക് ഒരു സെയിൽസിന്റെ അല്ലെങ്കിൽ നെഗോഷിയേഷന്റെ ഒരു ബുക്ക് ഉണ്ട്, അതൊക്കെയാണ് നെവർ സെറ്റിൽ ഫോർ, അങ്ങനെ ഒരു ബുക്ക് ഉണ്ട്, കറക്റ്റ് പേര് ഓർമ്മയില്ല. നെവർ സ്പ്ലിറ്റ് ദ ഡിഫറൻസ്. അതൊരു സെയിൽസ് പേഴ്സണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ്. ലൈക്ക് നെഗോഷിയേഷൻ, ഒബ്ജക്ഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും കോൺവെർസേഷനിൽ എങ്ങനെ കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിക്കാൻ കഴിയും. പിന്നെ ഉള്ളത് വളരെ അൺസ്ട്രക്ചേർഡ് ആണ്. ട്വിറ്റർ ആണ് ഞാൻ ഡെയിലി ഒരു 2-3 hours ചിലപ്പോൾ ട്വിറ്ററിൽ സ്ക്രോൾ ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്നൊക്കെ ട്വിറ്റർ ത്രെഡ്സ് ഒരു കാലത്ത് ട്രെൻഡ് ആയിരുന്നു, സ്പെസിഫിക്കലി കോവിഡ് ടൈം. ബിൽഡ് ഇൻ പബ്ലിക് കമ്മ്യൂണിറ്റി അറിയില്ലേ, ബിൽഡ് ഇൻ പബ്ലിക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ സ്റ്റോറീസ്, കുറെ 20 ആൾക്കാരൊന്നും വേണ്ട, ഒരു 1 million കമ്പനി ഉണ്ടാക്കാൻ. അവിടെ ഇൻഡി ഡെവലപ്പേഴ്സ്, PhD ലെവൽസ്, അങ്ങനെ കുറെ ആൾക്കാർ ഉണ്ട്. അവരിൽ നിന്നൊക്കെ പഠിക്കാൻ കഴിയും. അവരെ ത്രെഡ്സും അവരെ പബ്ലിക് ലേണിങ്സും പഠിക്കുമ്പോൾ അതാണ് ഒരു ഡേ ആക്ടിവിറ്റി. ഇപ്പൊ നാളെ ഒരു ബില്യണയർ ആയെന്ന് വിചാരിക്കാം. എന്തായിരിക്കും ആ ഒരു എമൗണ്ട് ചെയ്യാം? ബില്യണയർ ആയ എൻ്റെ പേഴ്സണൽ ആഗ്രഹം ആണോ ചോദിച്ചത്? പേഴ്സണലി എനിക്ക് ഒരു ലൈക്ക് എനിക്ക് ഒരു ഫ്ലൈറ്റ് ഓൺ ചെയ്യണം. കാറും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, കാരണം കാറൊക്കെ ട്രാഫിക്കിലൂടെ പോകണ്ടേ. ഫ്ലൈറ്റ് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങുക എന്നുള്ളതാണ് ആഗ്രഹം. ബാക്കി നമുക്ക് അടുത്ത കമ്പനി തുടങ്ങാം. പിന്നെ എനിക്ക് ട്രഡീഷണൽ ബിസിനസ്സും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഉപ്പാന്റെ ബിസിനസ് ഗ്ലാസിന്റെ ഒരു കമ്പനിയാണ്, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രോസസിങ് ഇൻഡസ്ട്രിയാണ്. അവിടെയും എന്തൊക്കെയാണ് നടക്കുന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. ലൈക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക, ലൈക്ക് പ്രോബ്ലം സോൾവിങ് എന്നുള്ളതാണ്. അല്ലാതെ സ്പെസിഫിക് ടെക് തന്നെ ഫോക്കസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമില്ല. ഞാനിപ്പോ അറൌണ്ട് 29-30. Okay, maybe back into your 20s. Okay. അപ്പോൾ what would you tell your younger self? ഐ മീൻ ലൈഫിൽ റിഗ്രറ്റ്സ് ഒന്നും ഇതുവരെ ഇല്ല. പിന്നെ പ്രൊഡക്റ്റുകൾ ചെയ്തപ്പോൾ കുറെ കാര്യങ്ങൾ പഠിച്ചല്ലോ. അത് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ലൈക്ക് കുറെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, പിന്നെ മാർക്കറ്റ് ചെയ്യാതെ ഡെവലപ്പ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് അറിയാത്തതുകൊണ്ടല്ല. പക്ഷെ എഞ്ചിനീയർ ഇൻസൈഡേഴ്സ് ലൈക്ക് അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ഇൻസൈഡേഴ്സ് we'll keep on polishing things, അല്ലെങ്കിൽ we'll keep on improving things, but we'll never market it. അത് മാർക്കറ്റിംഗിനും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. അത് ഈവൻ പോഡ്കാസ്റ്റ് കാണുന്ന മിക്ക ആൾക്കാരാണെങ്കിലും പ്രോഗ്രാമിംഗ് ഡെവലപ്പിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ അവർ ഫീച്ചർ ആഫ്റ്റർ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ലോഞ്ച് ചെയ്തിട്ടാണെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ ആ ഒരു ബഞ്ച് ഓഫ് സെയിൽസ് മാർക്കറ്റിംഗ് എഫേർട്ടും കൂടിയും പാരലലി ചെയ്യണം. ഒപ്പം തന്നെ മേ ബി MVP ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ദെൻ മേ ബി ഫർദർ ഡെവലപ്മെന്റ്സിലേക്ക് എൻ്റർ ചെയ്താൽ മതി. ഐ തിങ്ക് ദാറ്റ് റിയലി helps you
maybe get the revenue first. Correct, yeah. It will help you to survive and keep the motivation up. Correct. Maybe keep the team morale up and continue to work on that, right? അതെ. So revenue ഇല്ലെങ്കിൽ ഒന്നും ഒരു കാര്യമില്ല. അത് ബിൽഡിംഗ് പബ്ലിക് കമ്മ്യൂണിറ്റി ട്വിറ്ററിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും. അവർ ആ പ്രൊഡക്റ്റിനെ പറ്റി ഇപ്പോൾ ഒരു പ്രോപ്പർ എഞ്ചിനീയറിന് ചിലപ്പോൾ നല്ലൊരു മാർക്കറ്റർ ആവാൻ പറ്റൂല, പക്ഷെ ആൾക്കാർക്ക് ഇത്ര കേട്ടാൽ മതി. എന്ത് നിങ്ങളെ ജേർണി കേട്ടാൽ തന്നെ അതൊരു മാർക്കറ്റിംഗ് ആണ്. അങ്ങനെ ലൈക്ക് ഫോർച്യൂൺ ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട് ട്വിറ്ററിലുണ്ട്. ഇപ്പൊ നമ്മൾ വലിയ കമ്പനിയോ അല്ലെങ്കിൽ വലിയ പ്രൊഡക്റ്റ് ഐഡിയ വേണ്ട, സ്റ്റാർട്ടർ പാക്സ് നെക്സ്റ്റ് ഡേസിന്റെ ഒരു സ്റ്റാർട്ടർ പാക്ക് ഉണ്ടാക്കിയിട്ട് ലൈക്ക് 600K 500K റവന്യൂ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ റവന്യൂ ചെയ്യുന്നുണ്ട്. ഒരു there is no set way to success. എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. അവര് പാഷൻ ഡ്രൈവ് ചെയ്തിട്ട് അത് വെച്ചിട്ട് എങ്ങനെ റവന്യൂ ഉണ്ടാക്കാൻ കഴിയാന്നുള്ളത്. ക്ലബ് ഹൗസിനെ പറ്റി ഫെലിക്സിന്റെ ജേർണി നമുക്ക് നല്ല ഓർമ്മ ഉണ്ട്. ലൈക്ക് ചെയിൻ അല്ലേ, ഇൻവൈറ്റ് ട്രെയിൻ. Club house invites വിട്ടിട്ടാണ് എൻ്റെ ഒരു early start. That's for another podcast. Okay, anyways, back to the podcast. Okay, നമ്മൾ ലാസ്റ്റ് 1.5 hours നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു regarding the journey of feedback and how you started from college, then service business to product. അപ്പോൾ അത് ആ ഒരു ജേർണി അല്ല, സർവീസ് ടു പ്രൊഡക്റ്റ്. അവിടെ ഐ തിങ്ക് യു ഹാവ് സം ലേണിംഗ്സ് ലൈക്ക് കമ്പാരിസൺസ് ഓർ സം ഇൻസൈറ്റ് വിത്ത് സർവീസസ് പ്രൊഡക്റ്റ്. മേ ബി കാണുന്ന ആൾക്കാർ ചിലപ്പോൾ സർവീസ് ബിസിനസ് ആയിരിക്കാം, ദേ ആർ ലൈക്ക് പ്ലാനിങ് ടു എന്തെങ്കിലും കാലത്ത് പ്രൊഡക്റ്റ് തുടങ്ങണം, ആൻഡ് ദാറ്റ് മൈറ്റ് ബി ദ മോർ റവന്യൂ ദാൻ ദ സർവീസ് തിങ്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് യുവർ ടേക്ക് ഓൺ ദാറ്റ് ഹോൾ തിങ്? സർവീസസ് ലൈക്ക് ഒരു മോശമായിട്ട് കാണുന്ന ആളല്ല ഞാൻ. സർവീസസ് ആണ് ആ ഒരു പേഴ്സണലി ആ ഫൗണ്ടറിന് ഡ്രൈവ് ചെയ്യാൻ കേപ്പബിലിറ്റി എന്നുണ്ടെങ്കിൽ സർവീസസ് ചെയ്യാം. ചില ആൾക്കാർക്ക് രണ്ടും ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർ യൂഷ്വലി മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മാർക്കറ്റിംഗ് സ്പെൻസ് വളരെ കുറവും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ, കാരണം അവരെ എക്സ്പെർട്ടീസ് സർവീസ് ചെയ്തപ്പം പ്രൊഡക്റ്റ് ബിൽഡിംഗ് ആയിരിക്കാം. അപ്പോൾ പ്രൊഡക്റ്റിന് മാർക്കറ്റ് വയബിലിറ്റി ഉണ്ടാവും എന്നുള്ളതൊരു ചെറിയ സ്റ്റഡി ചെയ്തിട്ട്, അതുപോലെ മിനിമം വയബിൾ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ മിനിമം ലവബിൾ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ടെർമിനോളജി യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ വാട്ടേഴ്സ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ലൈക്ക് സ്ലോലി അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു 20 മെമ്പർ അല്ലെങ്കിൽ 50 മെമ്പർ സർവീസ് ടീമിൽ നിന്ന് 2-3 ആൾക്കാരെ പ്രൊഡക്റ്റിന് മാറ്റി വെച്ചാലും സർവീസ് ടീമിന് അല്ലെങ്കിൽ നല്ലൊരു സർവീസ് കമ്പനിക്ക് ഇമ്പാക്റ്റ് ഇല്ല. ലൈക്ക് ദേ ക്യാൻ ഫണ്ട് ദിസ് ആക്ടിവിറ്റി. ഞങ്ങളും അതാണ് ചെയ്തത്. ഞങ്ങളെ സർവീസ് റവന്യൂ ആണ് ഞങ്ങളെ പ്രൊഡക്റ്റിനെ ഫണ്ട് ചെയ്തത്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പ്രൊഡക്റ്റാണ് നമ്മളെ ഗെയിം സ്റ്റുഡിയോസിനെ ഫണ്ട് ചെയ്യുന്നത്. ആ ഒരു സൈക്കിൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനീഷ്യൽ ക്യാഷ് ഫ്ലോസിന് ഈ കൺസൾട്ടൻസി സർവീസ് നല്ല യൂസ്ഫുൾ ആണ് അൺടിൽ ഈ പ്രൊഡക്റ്റ് ആണ് ഇവൻച്വൽ എൻഡ് ഗോൾ യു വാണ്ട് ടു മേക്ക്. അപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതെ, ക്യാഷ് ഫ്ലോ മാത്രമല്ല, നമുക്ക് ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ അറിയാതെ പഠിച്ചു പോകും. അതെ, പിന്നെ ലൈക്ക് നമ്മൾ പേയ്മെന്റ് ഗേറ്റ് വേ ഇന്റഗ്രേഷൻസ് എല്ലാം നമ്മൾ കസ്റ്റമേഴ്സിന്റെ പൈസക്ക് പഠിച്ചിട്ട് നമുക്ക് നമ്മളെ സ്വന്തം പ്രൊഡക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ബെസ്റ്റ് ഫോമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഒരു റീസെന്റ് ഞാനൊരു ലിങ്ക്ഡിൻ പോസ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സർവീസസ് എന്നുള്ള രീതിയിലല്ല, ഒരു 25 മില്യൺ അല്ലെങ്കിൽ $50 മില്യൺ എക്സിറ്റ് ഉള്ള ഒരു കമ്പനി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രസന്ന ഉപ്പേക്കയുടെ ഡയറക്ടറാണ് ആ പോസ്റ്റ് ഇട്ട് തന്നു. നിങ്ങൾക്ക് എന്താ ചെയ്യാം, ലൈക്ക് അങ്ങനത്തെ കമ്പനീസിലെ ഒരു VP അല്ലെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് റോളിലുള്ള ആൾക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക. അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും, എപ്പോഴും നേരിടുന്ന പ്രശ്നം. അതിനവർ സർവീസസ് കമ്പനീസിന് അല്ലെങ്കിൽ സർവീസസ് ആയിട്ടായിരിക്കും അവരത് സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ടാവുക. ആ ഒരു കോർ പ്രോബ്ലത്തിന് എടുത്തിട്ട് ഒരു കമ്പനിയാക്കി മാറ്റുക, എന്നിട്ട് ഇതേ കമ്പനിക്ക് തിരിച്ച് വിൽക്കുക. ഇങ്ങനെ ചെയ്യാൻ പറ്റിയ കുറേ ഏരിയാസ് ഉണ്ട്. അതുപോലെ സർവീസസിൽ നമ്മൾ ചെയ്യുന്ന ഐഡിയാസ് അല്ലെങ്കിൽ കാര്യങ്ങളോ ഏത് നമ്മളെ ക്ലയന്റിനായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആക്കാം, അല്ലെങ്കിൽ അത് അങ്ങനത്തെ കോൺട്രാക്ട്സോ അങ്ങനത്തെ അഗ്രിമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അതിന് പ്രൊഡക്റ്റ് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ കുറെ സർവീസ് കമ്പനി സംസാരിക്കുമ്പോൾ ഇന്റേണലി കുറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അത് ഒരു ഇവൻച്വലി അതൊരു സ്വീറ്റ് സ്പേഡ് കണ്ടെത്തുമ്പോൾ അതും ഒരു സ്റ്റാൻഡേർഡ് ഓൺ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന കേസുകളും കാണുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ടോട്ടലി പോസിബിൾ ടു ഡു ബോത്ത്. ഞങ്ങൾ സ്റ്റിൽ ഇപ്പൊ ഡു ബോത്ത് ഇൻ എ സെൻസ്, ഫീഡ്ബാക്കിനെ അപ്സെൽ ചെയ്യാനോ അല്ലെങ്കിൽ ഫീഡ്ബാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞു പ്രൊഫഷണൽ സർവീസ്, അതിൽ PS സർവീസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അത് കസ്റ്റം APIs ആവാം, കസ്റ്റം ബ്രൗസർ എക്സ്റ്റൻഷൻസ് ആവാം. അപ്പം ബോത്ത് സെർവ്സ് ഇറ്റ്സ് വാല്യൂ. ബട്ട് പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഡെലിവറബിൾസും കാര്യങ്ങളും ഫോക്കസ് ചെയ്യേണ്ട. ലൈക്ക് ഡെഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മളെ കൺട്രോളിലാണ്. മീനിങ് ഫുൾ ഡെഡ് ലൈൻസ് ആരും നമ്മളെ ഡയറക്ഷൻ സെറ്റ് ചെയ്യാനുണ്ടാവില്ല എന്നുള്ളൊരു പോസിറ്റീവ്സ് പ്രൊഡക്റ്റ് സൈഡിൽ. പിന്നെ നമ്പർ ഓഫ് പീപ്പിൾ
ലെസ് മതി. ലൈക്ക് ഈ പറഞ്ഞ Correct, yeah. സർവീസ് ആണെങ്കിൽ യു നീഡ് ടു മേക്ക് മോർ മണി, യു നീഡ് ടു ആഡ് മോർ എംപ്ലോയീസ് ടു ദ അതെ കമ്പനി. അതെ, ടൈം ലൈനും കാര്യങ്ങളൊക്കെ Yeah. അവിടെ ഫാക്ടേഴ്സ് ആണ്. ഇവിടെ 5 ചെറിയ എപ്പിസോഡ് പറഞ്ഞ പോലെ 5 ആൾക്കാരെ വെച്ചൊരു $1 million ബിസിനസ് ഓടിക്കാൻ പറ്റും. Obviously ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് Yeah. നമുക്ക് Totally വളരെ doable ഹൈപ്പർ ആണ്. സ്കെയിലിൽ Correct. ചെയ്യാൻ കഴിയും. Yeah. പക്ഷെ മാർക്കറ്റിംഗ് ഐ തിങ്ക് മാർക്കറ്റിംഗ് സെയിൽസിൽ ഡു യു തിങ്ക് ഡു യു ഫേസ് എനി ചാലഞ്ചസ്? ആസ് എ എഞ്ചിനീയർ അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ട് അതിൽ കുറേ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അറിയാത്ത പ്രശ്നങ്ങൾ പിന്നെ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതുപോലെ കമ്മ്യൂണിറ്റീസ് വായിച്ചിട്ട് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ലൈക്ക് ഐ തിങ്ക് റെക്കറിംഗ്ലി ഞാൻ കേട്ടിട്ടുള്ള ഇത് സെയിൽസ് ടെക് ടാലന്റ് അല്ലെങ്കിൽ ടെക് സെയിൽസ് ടാലന്റ് ഇപ്പോൾ ഷമീൽ എപ്പിസോഡിലാണെങ്കിലും അത് തന്നെയാണ് നമ്മൾ ഡിസ്കവർ ചെയ്തത്. ആ പ്രോബ്ലം എങ്ങനെ ആസ് എ കമ്മ്യൂണിറ്റി സോൾവ് ചെയ്യാൻ പറ്റും ഇൻ യുവർ തോട്ട്? ആസ് എ കമ്മ്യൂണിറ്റി ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ലൈക്ക് സെഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ലൈക്ക് വളരെ ക്ലോസ് നിറ്റഡ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഓൾറെഡി. നമ്മൾ സെയിൽസ് ഡിന്നർ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ലൈക്ക് വൺസ് ഇൻ എ ഫ്യൂ മന്ത്സ് ഒരു ഡിന്നർ ഹോസ്റ്റ് ചെയ്യാം, സെയിൽസിലുള്ള എക്സ്പെർട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ചെറിയ ചെറിയ ഇവന്റ്സും കാര്യങ്ങളും ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടും. പക്ഷെ ഓരോ കമ്പനീസിനും സെയിൽസ് പ്രോസസ്സ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന രീതി ആവില്ല വേറെ കമ്പനീസ്. അഗെയിൻ വി ഹാവ് ടു എക്സ്പെരിമെന്റ്. ഞാൻ പലതവണ സെയിൽസിന് ഹയർ ചെയ്തിട്ട് ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് സെയിൽസ് ഹയർ ആയപ്പോഴേക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യരുത് എന്നുള്ളത് പഠിക്കാൻ കഴിയും. പിന്നെ നമ്മളെ ഓരോ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നും അതുപോലെ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ഏരിയയിൽ ഇപ്പോൾ ജെനസിസ് ആസ് എ കമ്പനി എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ സൂം ഇൻഫോ എന്നുള്ള കമ്പനി എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഞാൻ അതിന് ചെയ്യാന്ന് വെച്ചാൽ സെയിൽസ് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരെ മാർക്കറ്റിംഗ് ഫ്ലോയിലൂടെ ഞാൻ വെറുതെ പോയി കൊടുക്കും. ലൈക്ക് ഒരു പ്ലേ ബുക്ക് ഡൗൺലോഡ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും. അത് എനിക്ക് തോന്നുന്നു ഫെലിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേ ബുക്ക് നമ്മൾ ഇമെയിൽ ID കൊടുക്കണം. അവിടെ ലീഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോൾഡ് ഇമെയിൽസ് തുടങ്ങും. അപ്പോൾ അതങ്ങോട്ട് ഒബ്സർവ് ചെയ്യും. പിന്നെ അതിലെ അതൊക്കെ ആക്ച്വലി കുറെ ലേണിംഗ്സ് ഉണ്ട്. ഐ മീൻ ജസ്റ്റ് സൈൻ പുട്ട് യുവർ ഇമെയിൽ ഇൻ ടു ഡിഫറെന്റ് ടോപ്പ് സാസ് പ്രൊഡക്ട്സിന്റെ ഈ പറഞ്ഞ സബ്സ്ക്രൈബ് സബ്മിറ്റ് ഇതിൽ പോയി എൻ്റർ ചെയ്യുക. ദെൻ കീപ് ഓൺ റിസീവിംഗ് ദി ന്യൂസ് ലെറ്റേഴ്സ്. അത് തന്നെ ലേണിംഗ്സ് ആണ്. ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിന്റെ പ്രോസസ്സ് ഒരു എങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് ഇഫ് ഐ വർ ടു ബിൽഡ് എ സെയിൽസ് ടീം എന്നുള്ളത് പഠിച്ച് ഒരു SDR അല്ലെങ്കിൽ സെയിൽസ് ഡെവലപ്മെന്റ് റെപ്രസെന്റേറ്റീവ് ആയിരിക്കും അതിലെ ഇനീഷ്യൽ ഇത്. തുടക്കത്തിലെ SDRും AEയും അക്കൗണ്ട് എക്സിക്യൂട്ടീവ്സും ഒക്കെ ചിലപ്പോൾ നമ്മളായിരിക്കും. പിന്നെ നമുക്ക് അതിൽ ഒരു ത്രെഷോൾഡ് എത്തിക്കഴിഞ്ഞാൽ ഓരോ ഭാഗത്തേക്ക് ആൾക്കാരെ ഹയർ. ഇപ്പം ഞങ്ങൾ അതാണ് ചെയ്യുന്ന പ്രോസസ്സ്. സെയിൽസിന് ഇനീഷ്യൽ ഇൻബൗണ്ട് ലീഡ്സിന് ഡെമോ കൊടുക്കാനും പിന്നെ ലൈക്ക് അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ ഇപ്പോൾ ഒരാളെ ഇത്രയും കാലം ഞാനായിരുന്നു ചെയ്തിരുന്നത്. ഒരാളെ ഹയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ സെയിൽസിന് മാത്രം ലീഡ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് മാത്രം SDRs അക്കൗണ്ട് എക്സിക്യൂട്ടീവ്സ് എന്നുള്ള റോൾ സെപ്പറേറ്റ് ചെയ്യും. ഡെമോ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യാനാണ് പ്ലാൻ. മാർക്കറ്റിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിൽ കോണ്ടന്റ് ജനറേഷൻ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൽ കിങ്. പക്ഷേ അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ മാർക്കറ്റ്. ഇപ്പോൾ ഫീഡ്ബാക്ക് പോലത്തെ ഒരു പ്രൊഡക്റ്റിൽ മാർക്കറ്റിംഗ് നമ്മൾ കുറേ കോണ്ടന്റ് ജനറേറ്റ് ചെയ്ത് പിന്നെ ട്വിറ്ററിലോ അവിടെ നിന്ന് ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഇട്ടിട്ട് കാര്യമില്ല. കസ്റ്റമേഴ്സ് അവിടെ അല്ല ഉള്ളത്, അവർ ലിങ്ക്ഡിനിലാണുള്ളത്. ലിങ്ക്ഡിനിൽ പോസ്റ്റും കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബ്ലോഗ്സ് തന്നെ പബ്ലിക് ബ്ലോഗ് ചെയ്യുന്നതിന് പകരം ആ കോണ്ടന്റ് ലിങ്ക്ഡിനിൽ ചെയ്ത് കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആവുക. അങ്ങനെ ചെയ്തിട്ടും ലീഡ്സ് വരാറുണ്ട്. ലിങ്ക്ഡിൻ എനിക്കും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒരു അൺടാപ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്. പറഞ്ഞ പോലെ യു ക്യാൻ ആക്ച്വലി സെർച്ച് ഫോർ ദ റൈറ്റ് കീവേഡ്സ് ആൻഡ് കണക്ട് വിത്ത് റൈറ്റ് പീപ്പിൾ ആൻഡ് സ്റ്റാർട്ട് എ കോൺവെർസേഷൻ വിത്ത് ദം ആൻഡ് ജമ്പ് ഓൺ എ കോൾ ദെൻ ഈവൻ മീറ്റ് ദം ആസ് വെൽ. സോ അതൊക്കെ ഞാൻ കഴിഞ്ഞ വട്ടം US പോയ സമയത്താണെങ്കിലും അത് ഭയങ്കര ലിങ്ക്ഡിൻ വാസ് വെരി യൂസ്ഫുൾ ഫോർ മീ വെൻ ഐ travel outside. People they are ready to help if we frame in the right way. Like initial sales ആയിട്ട് പോയി മെസ്സേജ് നമ്മൾ പഠിച്ചു റോങ് വേയിൽ പഠിച്ചു. ഐ മീൻ ആ മിസ്റ്റേക്സ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ വാട്ട് വി ഡിഡ് റോങ്. അവിടെ ഒരു വേണ്ടത് ആസ്ക് ദം ഫോർ എ ഫീഡ്ബാക്ക് ഓർ സജഷൻസ് ഓർ ലൈക്ക് അല്ലാണ്ട് കുത്തി ചെയ്യുന്ന പകരം ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ കോൺവെർസേഷൻ. അപ്പം അതൊരു വൺസ് യു ഡു ദാറ്റ് ആൻഡ് ഇറ്റ്സ് ബിക്കം വെരി ഈസി, വെരി സ്മൂത്ത് ആൻഡ് എവറിത്തിങ്, റൈറ്റ്? സോ like a test and trial, A/B testing ആണ്. അതെ, A/B ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, നമ്മളെല്ലാം ട്രയൽ ചെയ്ത് നമ്മൾ ഫെയിലിയേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏതാ കറക്റ്റ് ഏതാ മനസ്സിലാവുള്ളൂ. കാരണം ഇതൊന്നും ബുക്കിൽ നിന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഒബ്വിയസ്ലി കുറെ ആൾക്കാർ ഫെയിലായ മെത്തേഡ്സ് അവർക്ക് ഫെയിലായതൊക്കെ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്കതാണ് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ 20s എന്ത് ചെയ്യുന്നുള്ളത്. അത് ഫെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫെയിൽ ആയാലുള്ള ഫീലിംഗ് മനസ്സിലാവില്ല. അതൊരാൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. ഐ തിങ്ക് മേ ബി മറ്റേ സ്പൈഡർമാനിൽ പറയില്ലേ, ഇത് കൈൻഡ് ഓഫ് പാസ്റ്റ് ക്രിയേറ്റഡ് ഹൂ യു ആർ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ അത് വാസ് എന്താ പറയുക റിക്വയർഡ് ഫോർ യു ടു ബി ഹിയർ. അതന്നെയാണ് നമുക്കൊരു ഗ്രോത്തിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദിസ് വാസ് എ വെരി ഗുഡ് പോഡ്കാസ്റ്റ്. നമുക്ക് ലീവ് ചെയ്യാൻ സമയമായി. ഇനിയും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് വരും. ഫുള്ളി വിൽ സീ യു ഇൻ ദ സീസൺ 2 ആൻഡ് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. വിൽ വെയിറ്റ് ഫോർ ദാറ്റ് അപ്ഡേറ്റ്സ് ആഫ്റ്റർ മേ ബി പോഡ്കാസ്റ്റ് ചെയ്തിട്ട് ഇൻഷാല്ലാ. Thank you. Yes. Thanks again for Muhaim to be part of the KPH podcast. Bye. Thank you.